അജുവിനെയും പ്രതീക്ഷിച്ചിരുന്ന മീരയ്ക്ക് അന്ന് അവനൊപ്പം മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു, സുധാമ. മാൻഷനിൽ ചെന്ന് എടുക്കാനുള്ളൊക്കെയും എടുത്ത് ഇവിടേക്ക് പോവാണെന്ന് അജു പറഞ്ഞതും അമ്മയ്ക്കും മീരയും ആദ്യം ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞ് ഒപ്പം പോരുകയായിരുന്നു. കൂടുതൽ എതിർത്ത് പറയാൻ അവനും തോന്നിയില്ല. അപ്പച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആദ്യം ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടുമില്ല. എന്നും എപ്പോഴും അവന്റെ ജീവിതത്തിന് നല്ലത് മാത്രം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പച്ചി. മീരയോട് അതേ സ്നേഹവും വാത്സല്യവും കരുതലും അവർക്കുണ്ടായിരുന്നു. കൂടെയുള്ള കാലത്തോളം അവളെ വേറൊരാളായി കണ്ടിട്ടില്ല. അജുവിന്റെ കാർ മാൻഷന്റെ ഗേറ്റ് കടന്ന് മുന്നോട്ട് പാഞ്ഞതും സുധാമയുടെ കണ്ണുകൾ വിടർന്നു. വെണ്ണക്കല്ലിൽ കൊത്തിയൊരു സൗധം. ആചാര്യ മാൻഷന്റെ ഇരട്ടി വലിപ്പമുണ്ടതിനെന്ന് അവർക്ക് തോന്നി. സന്തോഷം മാത്രമേ ആ നിമിഷം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം അറിഞ്ഞതു മുതൽ അത്രയും കുറ്റബോധമായിരുന്നു ഉള്ളിൽ. ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ ജീവിക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പോർച്ചിലായി കാർ കൊണ്ടുവന്ന് നിർത്തിയതും അജുവിന്റെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. പ്രതീക്ഷയോടെ സിറ്റൗട്ടിൽ തന്നെ നിൽക്കുന്നവൾ, തന്റെ കുഞ്ഞിമണി. മീരമോൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടാ അല്ലേ അജു? പിന്നെ അവളെന്റെ അനിയത്തിയല്ലേ? എന്റെ കൊച്ച് ആദ്യമായിട്ട് മനസ്സറിഞ്ഞ് ഏട്ടാന്ന് വിളിച്ച എന്നെയാ. എനിക്കും അവൾ ഒരുത്തിയേ ഉള്ളൂ അനിയത്തിയായിട്ട്. വല്ലാത്തൊരു സ്നേഹം അവന്റെ കടയിൽ അലയടിക്കുന്ന സുധാമ കണ്ടു. അവളുടെ ഏട്ടനെന്ന് പറയുമ്പോൾ പോലും അഹങ്കാരമുണ്ട് അവന്. ഒരമ്മയുടെ വയറ്റിൽ ജനിക്കാതെയും കളങ്കമില്ലാതെ പരസ്പരം ഇത്രയും സ്നേഹിക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പച്ചി ഇറങ്ങും. പിന്നെ ആദ്യം കുഞ്ഞുമണി മാത്രമല്ല ഇവിടെ ഉള്ളു, അൻഷു രുദ്രേട്ടനും ഉണ്ടാവും. അവരെങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയില്ല. അജു ചെറിയൊരു വല്ലായ്മയോടെ പറഞ്ഞു. സുധാമ അവന്റെ ഉള്ളറിഞ്ഞ പോലെ ഒന്ന് പുഞ്ചിരിച്ചേ ഉള്ളൂ. എനിക്കറിയാം അജു. പിന്നെ മീരമോളെ ആദ്യം കാണുന്നു പറഞ്ഞു വന്നാണെങ്കിലും എനിക്ക് മോളുടെ ഏട്ടന്മാരെ കൂടി കാണേണ്ട ആവശ്യമുണ്ട്. അതെന്തിനാ അപ്പച്ചി? എനിക്കൊരു കാര്യം അവരെ അറിയിക്കാനുണ്ട് അജു. അതും പറഞ്ഞ് ആചാര്യയിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ലായിരുന്നു. അതാണ് ആദ്യം മീരയും കാണണമെന്ന് പറഞ്ഞു. സുധാമയും തോർത്തുകൊണ്ട് പറഞ്ഞു. അജു കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ പടികളിറങ്ങി മീരയും കാറിനടുത്തേക്ക് വന്നു. അത് കണ്ടത് തൽക്കാലം ഇരുവരും സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അജുവിനെ കണ്ടുവിടുന്ന അവിടെ മിഴികൾ ഒപ്പമുള്ള സുധാമയെ കൂടി കണ്ടതും ഒന്നുകൂടി തിളങ്ങി. ഓളെ സുധാമ വിളിക്കാൻ കാത്തിരുന്ന പോലെ മീര അവരുടെ മാറിലേക്ക് ചേർന്നു. രുദ്രനും ആദ്യം മനുഷ്യ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥിയെ കണ്ടതിന്റെ ചെറിയൊരു അത്ഭുതം ആദിയുടെ മുഖത്ത് വന്നുപോയതെന്നൊഴിച്ചാൽ പതിവ് ഗൗരവം തന്നെയാണ് അവന്. അൻഷിന് പിന്നെ അജുവിനെ പൂച്ചിക്കുന്നതിൽ സുധാമയെ ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടിയില്ല. മോൾക്ക് സുഖല്ലേ? അമ്മയ്ക്ക് സുഖം. അവളുടെ ചോദ്യത്തിന് വെറുതെ ഒരു മറുപടി കൊടുത്തു എന്ന് മാത്രം. ചില തിരിച്ചറിവുകൾക്കിടയിൽ ബന്ധങ്ങളെല്ലാം ശിഥിലമാണ്. അതും ഇനിയൊരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധം. അമ്മ അകത്തേക്ക് വാ. മീരച്ചിരിയോട് അവരകത്തേക്ക് ക്ഷണിച്ചതും അപ്പച്ചിയുടെ നോട്ടാദ്യം ചെന്ന് നിന്ന് ആദിയിലാണ്. അവന്റെ മുഖത്ത് എപ്പോഴുള്ള പോലെ ഗൗരവമാണ്, പക്ഷേ വെറുപ്പില്ല. ആന്റി അകത്തേക്ക് വരൂ. ആദിയെ നോക്കി നിൽക്കുന്ന അപ്പച്ചിയെ കണ്ടതും രുദ്രനും കൂടി അവരകത്തേക്ക് ക്ഷണിച്ചു. അൻഷ് എന്തായാലും അജുവിനുള്ള യുദ്ധം കഴിയാതെ മറ്റാരെയും ശ്രദ്ധിക്കുക പോലും ഉറപ്പാണ്. പിന്നെ ആദി അവന്റെ സ്വഭാവം അറിയുന്നുണ്ടും അവനൊന്നും പറയില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് രുദ്രൻ തന്നെ അപ്പച്ചിയെ വിളിച്ചത്. അപ്പച്ചിയുടെ നോട്ടം ആദിയിൽ നിന്ന് നേരെ രുദ്രൻ ചെന്ന് നിന്നു. വലിയൊരു മനുഷ്യൻ. അവന്റെ കണ്ണിലും മുഖത്തുമെല്ലാം തീർത്തും സൗമ്യമായ ഭാവം. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അപ്പച്ചി മീരയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി. പെട്ടിയും കിടക്കയും കൊണ്ട് സ്ഥിരതാമസത്തിന് വന്നാണോ സാറ്? വലിയൊരു ബാഗും ചുമന്ന് എല്ലാവർക്കും പുറകെ അകത്തേക്ക് നടക്കാൻ ഒരുങ്ങുന്നതിനെ നോക്കി അൻഷര് പുച്ഛത്തോട് ചോദിച്ചു. അതെ, ഇനി മുതൽ എന്റെ അനിയത്തിയുള്ളടത്ത് തന്നെ എന്റെ താമസം. അതിന് നിനക്കെന്താടാ? അജു അവനെ കടുപ്പിച്ചു നോക്കി. എനിക്കെന്ത് തേങ്ങ, വേറെ 3 പെമ്പിള്ളേർ കൂടി താമസിക്കുന്ന വീടാ. അടങ്ങി ഒതുങ്ങിയെന്നാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നീ എന്താ എന്നെ മൂക്കിൽ വിളിച്ചു കയറ്റുവോ? അടങ്ങി ക്യാപ്റ്റൻ അയാൻഷ് വാസ്തേവ്. ഞാൻ ഈ ബാഗൊന്ന് അകത്തുകൊണ്ട് വെച്ചിട്ട് വരാം. എന്നിട്ട് നീ പറയാൻ വന്നതിന്റെ ബാക്കി കേട്ടോളാം, ഓക്കെ? അജു കുറുമ്പോടെ പറഞ്ഞു. അൻഷ അവരെ നോക്കി ദയിപ്പിച്ചുകൊണ്ട് അജുവിന്റെ കയ്യിലെ ബാഗും പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എത്രയൊക്കെ കടിച്ചു പിടിച്ചിട്ടും അജുവിന്റെ ചുണ്ടുകൾ വിടർന്നു. കാണുമ്പോൾ കുശുമ്പൂത്തിലും വഴക്കിടലൊക്കെ ആണെങ്കിലും എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോകുന്നുണ്ട് അവനോട്. തിരിച്ചും അത് ആ കരുതലാണ്, സ്നേഹമാണ് ഇപ്പോൾ കണ്ടത്. അജു ഓർത്തുകൊണ്ട് അൻഷിന് പുറകെ അകത്തേക്ക് കയറി. മുകളിൽ റൂം എടുത്തോ, എന്റെ ഓപ്പോസിറ്റ് ആയിക്കോട്ടെ, വഴക്കിടാതെ എളുപ്പം. ഉയർപ്പിച്ചു പിടിച്ച മുഖത്തോട് അൻഷു പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. അത് നോക്കുന്നതിന് ശേഷം അജു അപ്പച്ചിയുടെ സംസാരം കേൾക്കുന്ന ഭാഗത്തേക്ക് നടന്നു. നേരെ ലിവിംഗ് റൂമിലേക്ക് ചെന്നു. അജുവിന്റെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി. അപ്പച്ചിയുടെ അരികിലായി നിൽക്കുന്ന ഗൗരി, ഒപ്പം തന്നെ മീരയും അന്നു ഇഷുവുമുണ്ട്. അപ്പച്ചി എല്ലാവരെയും കാര്യമായി തന്നെ പരിചയപ്പെടുന്നുണ്ട്. അപ്പച്ചിയെ കിട്ടിയപ്പോ നിനക്ക് ഏട്ടന് വേണ്ട അല്ലേ കുഞ്ഞുമണി? അജു ഇത്തിരി പരിഭവത്തോടെ ചോദിച്ചുകൊണ്ട് അവർക്കിടയിലേക്ക് ചെന്നു. എല്ലാവരുടെയും നോട്ടം അവനിലേക്കായി. ഗൗരി നേർത്തൊരു ചിരിയോടെ അവനെ നോക്കുമ്പോൾ ഇഷു അന്നു ആളെ മനസ്സിലായതുപോലെ ഗൗരിയെ നോക്കി. അവള് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ ഇടികൊണ്ട് ബോധം പോയ ലോലനെ കുറിച്ച്. വീട്ടിൽ വിവാഹത്തിലുള്ള പ്രഷർ ഏറി വരുമ്പോഴും അവളുടെ മനസ്സിൽ ഈ ലോലൻ തന്നെയാണെന്ന് തോന്നിയിരുന്നു. ഒരിക്കലും അത് തുറന്ന് പറയുകയും ചെയ്തു. പക്ഷെ പിന്നീട് അന്വേഷിച്ചപ്പോൾ ആചാര്യ ഫാമിലിയിലെ പുതുതലമുറയാണെന്ന് അറിഞ്ഞതും ഗൗരി ആ മുഖം മനഃപൂർവ്വം മറവിക്ക് വിട്ടുകൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് രാത്രി അതുപോലൊരു അവസ്ഥയിൽ കണ്ടപ്പോൾ
തന്നെയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അതാണ് മീര ചോദിച്ചപ്പോൾ മറ്റൊന്ന് ആലോചിക്കാൻ പോലും നിൽക്കാതെ ഗൗരിയെ സമ്മതം പറഞ്ഞത്. ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ഇതാണ്. നേരത്തെ ഒരു ചിരിയോടെ ഗൗരി അവനെ നോക്കി നിന്നു. അവിടെ ഇപ്പോഴും മുഖം വീർപ്പിച്ചു പിടിച്ചുകൊണ്ട് മീരയെ നോക്കുവാണ്. അവളാണെങ്കിൽ ഇപ്പോൾ പൊട്ടുമെന്ന പോലൊരു സങ്കടത്തിൽ ഏട്ടനെയും അനിയത്തെയും വല്ലാത്തൊരു ഇഷ്ടത്തോടെ അവൾ നോക്കി. ഒരിക്കലും ഇതുപോലൊരു ഭാഗ്യം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും അടുപ്പം തോന്നിയിട്ടുമില്ല. ഒരുപക്ഷെ തന്റെ ക്യാരക്ടറിന്റെ പ്രശ്നമായിരിക്കും. എനിക്ക് നല്ല തല്ലി കിട്ടും കേട്ടാജു, വെറുതെ കൊച്ചിനെ കരയിച്ച. അപ്പച്ചി ഒന്ന് പോയെ, അവളെ എന്റെ അനിയത്തിയാ. മീരയുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച അജു പറഞ്ഞതും പെണ്ണിന്റെ മുഖം തന്നെ ഒന്ന് വിടർന്നു. ഇരുവരെയും നോക്കിയെന്ന ബാക്കി 4 പേർക്കും ചിരി വന്നു. അജു, എന്നാ ഞാനീ നിൽക്കുന്നില്ല, ഇറങ്ങട്ടെ. അതിനുമുമ്പ് എനിക്ക് ആദ്യോടും മോളുടെ ഏട്ടന്മാരോടും ഒരു കാര്യം പറയാനുണ്ട്. കുറച്ചു സമയത്തെ സംസാരത്തിന് ശേഷം അപ്പച്ചി പറഞ്ഞതും അജുവിന്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അത്ര നിസ്സാരമായൊരു കാര്യമല്ല അപ്പച്ചിക്ക് പറയാനുള്ളതെന്ന് ആ മുഖത്തുള്ള ഗൗരവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പച്ചി വാ, ആ ഒരു ഓഫീസ് റൂമിൽ കാണും. മോള് ചേച്ചിമാരുടെ കൂടെ ഇരിക്കുക, ഞങ്ങളിപ്പോ വരാം. അപ്പച്ചിയോടും മീരയോടുമായി പറഞ്ഞുകൊണ്ട് അജു ഗൗരിയെ നോക്കി. കണ്ണുകൾ കൊണ്ട് അവൾ ശ്രദ്ധിക്കണമെന്നൊരു അർത്ഥമുണ്ടായിരുന്നു അവന്റെ നോട്ടത്തിൽ. അത് മനസ്സിലായതുപോലെ ഗൗരി കണ്ണിച്ചിമി കാണിച്ചു. അമ്മ ഇപ്പൊ വരാം മോളെ. അപ്പച്ചിയും മീരയോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ബാക്കി 3 പേരെയും നോക്കി തലയണിക്കൊണ്ട് അവർ അജുവിനൊപ്പം പുറത്തേക്ക് നടന്നു. അപ്പച്ചിക്ക് എന്താ പറയാനുള്ളത്? അൻഷു കൂടി ഓഫീസ് റൂമിലേക്ക് കയറി വന്നു. അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. രുദ്രൻ ആദ്യം കാര്യം അറിയാവുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ആചാര്യ ഗ്രൂപ്പ്സിന്റെ എല്ലാ സ്ഥാപനങ്ങളും AJ ഗ്രൂപ്പ്സ് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഹോം മിനിസ്റ്റർ ജോൺ സാമുവലിന്റെ ബിനാമിയാണ് AJ ഗ്രൂപ്പ്സ്. അപ്പച്ചി 4 പേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും അജുവിനൊഴിച്ച് ബാക്കി 3 പേർക്കും ആ റൂട്ട് പോകുന്ന എവിടേക്കാണെന്ന് മനസ്സിലായി. അൻഷു ദേഷ്യത്തോടെ ആദിയെയും രുദ്രനെയും നോക്കി. ദത്തന് തീർത്ത പോലെ അവനെയും തീർത്തുകളയാൻ ഇറങ്ങി തിരിച്ചവരെ തടഞ്ഞത് അവരാണ്. അതിന്റെ ദേഷ്യമാണ് അവന്. മിനിസ്റ്റർ നേരിട്ട് അവരെ വന്ന് കണ്ട് തീരുമാനിച്ച കാര്യം. അവര് തമ്മിൽ എങ്ങനെയാ പരിചയം? അപ്പച്ചി പറഞ്ഞ രുദ്രൻ സംശയത്തോടെ ചോദിച്ചു. അവർക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല രുദ്ര. മാധവേട്ടന്റെ മരുമകൾ ദയ വഴിയാ അവരുടെ കോണ്ടാക്ട്. ദയയുടെ സ്വഭാവം ഞാൻ പറയാത്തതിന് നിനക്കറിയാലോ ആദി. എന്റെ മകളാവാനുള്ള പ്രായം അവൾക്കുള്ളെങ്കിലും വളരെ മോശം സ്വഭാവ. AJ ഗ്രൂപ്പ്സിലാ അവളിപ്പോ വർക്ക് ചെയ്യുന്നത്. അതുവഴിയാ ആചാര്യ ഗ്രൂപ്പ്സ് തമ്മിലുള്ള ബന്ധം. അപ്പച്ചി ഒരു നിശ്വാസത്തോടെ പറഞ്ഞു. കൊന്നും വെട്ടിച്ചു നേടിയതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം വന്നിട്ടുണ്ട് അവർക്കെല്ലാം. എനിക്കോ എന്റെ മക്കൾക്കോ അതൊന്നും ആവശ്യമില്ല ആദി. ഞങ്ങൾക്ക് മാത്രമല്ല, ആര്യനും അജുവിനും അതേ അഭിപ്രായം തന്നെയാ. അവരുണ്ടാക്കിയതൊക്കെ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ആർക്കും ഒന്നുമില്ല. അതിനെക്കുറിച്ച് പറയാനുമല്ല ഞാൻ വന്നത്. അപ്പച്ചി എല്ലാവരെയും നോക്കിക്കൊണ്ട് തുടർന്നു. കഴിഞ്ഞ രാത്രി പതിവ് പോലെ ഒരു ചർച്ചയുണ്ടായിരുന്നു മാൻഷനിൽ. അവിചാരിതമായിട്ട് അതുവഴി പോയപ്പോൾ കേട്ടതാ ഞാൻ. പക്ഷെ അവിടെ മീരമോളുടെ പേര് വന്നുകൊണ്ട് മാത്രം ഞാനത് ശ്രദ്ധിച്ചു. അജു സംശയത്തോടെ അപ്പച്ചിയെ നോക്കുമ്പോൾ ബാക്കി 3 പേരിലും അത് പ്രതീക്ഷിച്ചു എന്ന പോലൊരു ഭാവമാണ്. അപ്പച്ചി എന്താ ഈ പറയുന്നത്? കുഞ്ഞുമണി എന്തിനാ അവരിതിലേക്ക് വലിച്ചിരുന്ന്? അവൾ എന്ത് ചെയ്തിട്ടാ? അജുവിന് ദേഷ്യം വന്നു. അതൊന്നും അറിയില്ല അജു. അയാൾക്ക് ആവശ്യം മീരമോളെയാണെന്ന് പറഞ്ഞു. അതിന് തടസ്സം നിൽക്കുന്ന ഇവരാണെന്നും. ഇപ്പോഴുള്ള ആചാര്യ ഗ്രൂപ്പ്സിന്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് അത് എന്ത് തന്നെയായാലും അത് തീർത്ത് കമ്പനി അവരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളാന്ന ഓഫർ. പല്ലി ഒഴിഞ്ഞ സിംഹത്തിന്റെ അവസ്ഥയാ നിന്റെ മുത്തശ്ശനുൾപ്പെടെ എല്ലാവർക്കും. അതുകൊണ്ട് അയാളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. പകരം മീരമോളെ എങ്ങനെയും നിങ്ങളിൽ നിന്ന് അകറ്റി അയാൾ പറയുന്നിടത്ത് എത്തിക്കണമെന്നും. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പച്ചി. അത്രയും നേരം എല്ലാം കേട്ട് മൗനമായി നിന്നിരുന്ന ആദിയുടെ ശബ്ദമുയർന്നു. വല്ലാത്തൊരു ശാന്തതയുണ്ടായിരുന്നു അവന്റെ വാക്കുകൾക്ക്. അറിയാം ആദി, മീരമോൾക്കൊരു ആപത്ത് നിങ്ങളുള്ളപ്പോൾ സംഭവിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കാര്യം നിങ്ങൾ അറിയിക്കണം തോന്നി. ദുഷ്ടന്മാരല്ല, മരിച്ച മകനെ പോലും വിറ്റിരുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ. പിന്നെ എടുത്തി മകനെ നഷ്ടപ്പെട്ട ദുഃഖം അനുഭവിച്ചറിഞ്ഞ അവർ തന്നെ മറ്റൊരു അമ്മയിൽ നിന്ന് അവരുടെ മകനെ അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം സ്വാർത്ഥയാണെന്ന് ഊഹിക്കാലോ. മീരമോള് പാവ. ആരുടെയും കള്ളവും ചതിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ചെയ്യാൻ വിചാരിച്ചൊക്കെയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. വൈകുന്തോറും ആപത്താ. അപ്പച്ചി പറഞ്ഞു നിർത്തിയതും ആദിയുടെയും രുദ്രന്റെ അൻഷിന്റെയും നോട്ടം ഒരുപോലെ അജുവിലെത്തി നിന്നു. അവനെ ഓർത്താണ്. അവനൊരാളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. എനിക്ക് വേണ്ടിയാണെങ്കിൽ ഇനി വൈകിപ്പിക്കരുത് ആദി. നിങ്ങളാണ് ശരി. തെറ്റ് ചെയ്തിട്ട് ഒരിക്കൽ പോലും അതിൽ കുറ്റബോധം തോന്നാത്ത പാപികളാ. തടസ്സമായിട്ട് ഞാൻ വരില്ല. അകിയോ ആയുഷോ അശ്വിനും വരില്ല. നിങ്ങൾ തീരുമാനിച്ച എന്താണോ അത് നടത്തിയാൽ മതി. എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടാവും. ആദിയുടെ ആത്മാവിന് വേണ്ടി അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേടാ. അജു പറഞ്ഞിരുത്തിയതും അൻഷാവിനെ ചേർത്ത് പിടിച്ചു. ഒരു താങ്ങ് കിട്ടിയതുപോലെ അജു അവനോട് ചേർന്ന് നിന്നു. അപ്പച്ചിയും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ അപ്പച്ചി? അതൊരു സംശയം മാത്രമാ. എന്തായാലും പറഞ്ഞോളൂ.
രുദ്രനും കൂടി പറഞ്ഞു. കൊണ്ടുവന്ന ബാഗിൽ നിന്നൊരു പേപ്പറും ഒരു താക്കോലും എടുത്ത് അപ്പച്ചി അവിടെ മുന്നിലെ ടേബിളിൽ വെച്ചു. എന്തോ ഇത്? അനുഷ ചോദിച്ചുകൊണ്ട് ആ പേപ്പർ എടുത്ത് നോക്കി. ഇതൊരു പ്രൈവറ്റ് ഐലൻഡിന്റെ മാപ്പാണ്. കന്യാകുമാരിക്കും ലക്ഷദ്വീപിനിടയിലായിട്ട് കടലിലൂടെ 10 കിലോമീറ്റർ ദൂരം മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന വലിയ വിസ്തൃതിയൊന്നുമില്ലാത്തൊരു ദ്വീപ്. വർഷങ്ങളുടെ പഴക്കമുണ്ടതിന്. ഇതെന്തിനാ? അപ്പച്ചി പറഞ്ഞു നിർത്തിയതും ആദ്യം സംശയത്തോടെ ചോദിച്ചു. ആൻഷ അപ്പോഴേക്ക് ആ മാപ്പ് പരിശോധിക്കാൻ തിരക്കിലാണ്. ഇത് ഇന്ദ്രേട്ടന്റെ പേര് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇന്നലെ സ്റ്റോർ റൂമിൽ ഒരു പെട്ടിയിൽ നിന്ന് കിട്ടിയതാ ഈ മാപ്പും താക്കോലും. ഒരു സംശയത്തിന്റെ പുറത്ത് നോക്കിയതാ ഇത്. പക്ഷെ അതിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഡേറ്റ് അത് ആദി മരിച്ച ദിവസാ. അപ്പച്ചി പറഞ്ഞു. 4 പേരും സംശയത്തോടെ പരസ്പരം നോക്കി. എനിക്കൊരു സംശയം മോനെ. അവിടെ ആരെയോ ആ മാപ്പിലുള്ള ഒരു വീടാ. അപ്പച്ചി എന്തൊക്കെ ഈ പറയുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ആരെ? അറിയില്ല അച്ചു. ചിലപ്പോൾ എന്റെ തോന്നൽ മാത്രമായിരിക്കാം. പക്ഷെ എല്ലാ മാസവും ഇന്ദ്രേട്ട ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. ബിസിനസിന്റെ ആവശ്യം എന്ന് പറഞ്ഞായിരുന്നു ആദ്യമെങ്കിൽ. പിന്നെ അതെല്ലാം ആദ്യം ഏറ്റെടുത്തപ്പോ ക്ഷേത്ര ദർശനത്തായി. ആ യാത്രയ്ക്ക് പിന്നിൽ എന്തോ ഉണ്ട്. കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കണം. എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. അപ്പച്ചി എന്തോ ഭ്രാന്ത് പറയുന്ന പോലെ അജുവിന് തോന്നിയുള്ളൂ. പക്ഷെ ആദ്യം രുദ്രനും പരസ്പരവും നോക്കി. ഏതോ ചിന്തയിൽ മുഴുകിക്കൊണ്ട് തന്നെ രുദ്രൻ അനുഷിന്റെ കയ്യിൽ നിന്ന് ആ മാപ്പ് വാങ്ങി നോക്കി. ചുറ്റും കടൽ കൊണ്ട് മൂടപ്പെട്ടൊരു ഭൂപ്രദേശം. ദിക്കുകളൊക്കെയും വ്യക്തമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആ ചിത്രത്തിലേക്ക് നോക്കുന്തോറും രുദ്രന്റെ ശരീരത്തിന് വല്ലാത്തൊരു വിറയൽ തോന്നി. അവിടേക്ക് കുതിക്കാൻ ഹൃദയം തുടിക്കും പോലെ. പീലി തിങ്ങി നിറഞ്ഞ ഇളം കാപ്പി നിറമുള്ള 2 കണ്ണുകൾ ഓർമ്മയിൽ തെളിഞ്ഞതും തല പൊട്ടിത്തെറിക്കും പോലൊരു വേദന തോന്നിയവന്. അടുത്ത നിമിഷം ആദിയുടെ കൈകൾ അവനെ താങ്ങി. രുദ്രൻ ഒരു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആദി കണ്ണ് ചിമ്മിയതും രുദ്രൻ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഇനിയും നിന്നാലേ അവിടെ കൊടുക്കാനൊരു ഉത്തരവില്ലാതെയാവും. അപ്പച്ചി ചിരിയോടെ പറഞ്ഞോട് എഴുന്നേറ്റു. ഒഴിവുള്ളപ്പോഴേക്ക് അപ്പച്ചി വരണം. ആദി പറഞ്ഞതും അവരുടെ കണ്ണ് നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് അവനിൽ നിന്ന് ഇത്രയും അടുപ്പത്തോടെയുള്ള വാക്കുകൾ. അത്രയും നേരം മനസ്സിന് തോന്നിയ ഭാരം ഒഴിഞ്ഞു പോയതുപോലെ അപ്പച്ചി ഒന്ന് പുഞ്ചിരിച്ചു. എന്റെ മോന, അപ്പച്ചി എന്നും നിന്നെ സ്വന്തമായിട്ടേ കണ്ടിട്ടുള്ളൂ. അറിയാം. അന്ന് ഇവനൊപ്പം ആ വീട്ടിൽ എന്നെ വിശ്വസിച്ച ഒരേ ഒരാൾ അപ്പച്ചിയാണെന്ന് എനിക്കറിയാം. അത്രയും മതി. ആദിയുടെ കവളിൽ വാത്സല്യത്തോടൊന്നും തഴുകിക്കൊണ്ട് അവർ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു. ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അപ്പച്ചി ഓഫീസ് റൂമിൽ നിന്നും പുറത്തേക്ക് നടന്നു. അജുവും പുറത്തേക്ക് പോയതും ആദിയും അനുഷ ഒരുപോലെ രുദ്രനെ നോക്കി. അപ്പച്ചി കൊടുത്ത ആ പേപ്പറും താക്കോലും മുറുകെ പിടിച്ചു നിൽക്കുന്നവനെ കാണാൻ ഇരുവരുടെയും കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ആ നിമിഷം അവരുടെ ഉള്ളിലും ആ കണ്ണുകൾ തന്നെയായിരുന്നു. പീലികൾ തിങ്ങി നിറഞ്ഞ കാപ്പി മിഴികൾ. നമ്മുടെ ഊഹം ഒരുപക്ഷെ ശരിയായിരിക്കും അല്ലേ സൂര്യ? അരിയിലായി നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് അനുഷി ചോദിക്കുമ്പോൾ അതിനെന്തും മറുപടി നൽകണമെന്ന് പോലും ആദിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇന്നോളം അസ്തമിച്ചു പോയൊരു പ്രതീക്ഷ വീണ്ടും ഉടലെടുക്കുന്ന പോലെ. രുദ്രന്റെ മുഖമാണ് ഇരുവരുടെയും ഉള്ളിൽ. പുറമേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും ആ ഉള്ളിലൊരു കനലെരിയെന്ന് അവർക്കറിയാം. സ്വയം അതിലൊരു ചിതയൊരുക്കി അവൻ തന്റെ ജീവിതം അതിൽ ദഹിപ്പിക്കുകയാണെന്നും അറിയാം. നമുക്ക് പോണച്ചു. ഒരുപാട് പ്രതീക്ഷ വെക്കരുത്. അവിടെയുള്ള എന്ത് തന്നെയായാലും അതിനെ അംഗീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടാവണം യാത്ര. അൻഷിനോടായി അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം ഫോൺ എടുത്ത് നമ്മൾ ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ചു. സുഫി, ഗെറ്റ് റെഡി ദ ചോപ്പർ. വി ഹാവ് ടു ഗോ നൗ. എവിടേക്കോ പോവാൻ റെഡിയാവുന്നതിനെ കണ്ടുകൊണ്ടാണ് അപ്പു റൂമിലേക്ക് വരുന്നത്. ഓഫീസിലേക്കല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. ആദ്യം കണ്ടിരുന്ന അവളെ. പെണ്ണിനായി ഒരു പുഞ്ചിരി നൽകിയെന്നല്ലാതെ മറ്റൊന്നും അവൻ പറഞ്ഞതുമില്ല. എവിടേക്കാണെന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവളൊന്നും പറയാതെയും മിണ്ടാതെയും മൗനം പാലിച്ചു. താൻ ചോദിക്കുന്ന ഒരു പക്ഷേ ഇഷ്ടമായില്ലെങ്കിലെന്നൊരു ചിന്ത. ആദ്യം എപ്പോഴും അപ്പച്ചി പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പ്രതീക്ഷിക്കുന്ന വ്യക്തിയെ തന്നെ ആയിരിക്കണേ അവിടെ കാണാൻ പോകുന്നതെന്നുള്ളുകൊണ്ട് അവൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചു മാറ്റാതെ നിൽക്കുന്നവൾക്ക് എന്തെന്ന് പോലും അറിയാത്തൊരു സങ്കടം നിറഞ്ഞുപോയി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവനിൽ നിന്ന് കിട്ടുന്ന ഈ ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് അവൾ വേദനയോടെ ഓർത്തു. അതിലും വലിയ അവഗണനയല്ലേ നീ നൽകിക്കൊണ്ടിരിക്കുന്ന എന്നൊരു മനസ്സും ബുദ്ധി ഒരുപോലെ ചോദിച്ച നിമിഷം മൂർച്ചയുള്ള എന്തോ കുത്തി വരഞ്ഞതുപോലെ അവൾക്ക് വേദനിച്ചു. അടുത്ത നിമിഷം മറ്റൊന്നും ഓർക്കാതെ ഓടിച്ചെന്ന് തിരിഞ്ഞു നിൽക്കുന്നവനെ പുറകിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ പുറത്ത് മുഖം അമർത്തി വെച്ചു. ആദ്യം ഒരു ഞെട്ടലോടെ ഷെൽഫിൽ നിന്നെടുത്ത പിസ്റ്റൾ പിടിമുറുക്കിക്കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. മനസ്സിൽ പലവിധ ചിന്തകളായതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഓർക്കാതെയായിരുന്നു അതെടുത്ത് കയ്യിൽ പിടിച്ചത്. അവളത് കണ്ടിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യാത്തതുപോലെ. പിന്നെ ഒരിക്കൽ പോലും അടുക്കാത്ത വിധം പേടിയോടെ ഓടി ഒളിച്ചേനെ. കിളിക്കുഞ്ഞ്, പെണ്ണിന്റെ കൈയുടെ മുറുക്കം കൂടി വരുന്നറിഞ്ഞതും ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് നേർത്തൊരു ചിരിയോടെ അവളെ വിളിച്ചു.
ഒന്ന് മൂളാൻ പോലും നിൽക്കാതെ അവന്റെ പുറത്ത് മുഖമിട്ട് ഉരച്ചതേയുള്ളൂ മീര. ആദിയിൽ വാത്സല്യത്തോടൊരു പുഞ്ചിരി തുളുമ്പി നിന്നു. അപ്പു, എവിടെ പോവാ ആദിയേട്ടൻ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ചോദ്യത്തിൽ അവന്റെ കണ്ണുകളൊന്ന് വിടർന്നുപോയി. ഒരു കൈകൊണ്ട് അവളെ വലിച്ച് അവൻ അഭിമുഖമായി നിർത്തി. പതുങ്ങി നിൽക്കുന്ന പെണ്ണിനെ കാണെ അത്രയും ഭംഗിയായി അവൻ പുഞ്ചിരിച്ചു. വല്ലാത്തൊരു ആശ്വാസം തോന്നിപ്പോയവൾക്ക്. താൻ ചോദിച്ച ഇഷ്ടമാവില്ലേ എന്നൊരു പേടിയുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവുകയാണ്. പോയി വന്നിട്ട് പറയാം എവിടെയാണെന്ന്. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെന്ന് എന്റെ കുഞ്ഞെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവളുടെ മുഖം കൈക്കുമ്പിളി എടുത്തുകൊണ്ട് പതിയെ പറഞ്ഞു ആദി. നെഞ്ചു നിറഞ്ഞു തുളുമ്പിപ്പോകുന്ന പോലെ ഇഷ്ടം നിറഞ്ഞു പോയവളിൽ ചുറ്റുമുള്ള വലിയ ലോകം പോലും മുന്നിൽ നിൽക്കുന്നവനിലേക്ക് ചുരുങ്ങിപ്പോകും വിധമൊരു ഇഷ്ടം. എന്താണ് എന്റെ അപ്പൂസിനൊരു നോട്ടം? ഹിമചിമാതെ നോക്കി നിൽക്കുന്നവളെ കാണെ കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവളുടെ തോളിലായി 2 കൈയും വെച്ചവൻ. അവളുടെ മുഖം തുടുക്കുന്നതും കണ്ണുകൾ പിടക്കുന്നതും ആദി വ്യക്തമായി കണ്ടു. അപ്പു, എന്താ എന്തുപറ്റി? പതിവില്ലാത്തൊരു നോട്ടം. അതെനിക്ക് ആദിയേട്ടനെ. അവളെന്തോ പറയാനൊരുങ്ങിയതും പുറത്തുനിന്നും വാതിൽ തട്ടിക്കൊണ്ടുള്ള അൻഷിന്റെ വിളി വന്നിരുന്നു. എന്റെ കിളിക്കുഞ്ഞിന് പറയാനുള്ളതൊക്കെ ഓർത്ത് സ്വരുക്കൂട്ടി വെച്ചു കേട്ടോ. വന്നിട്ട് കേട്ടോളാം. അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം പറഞ്ഞുകൊണ്ട് അവൻ അകന്നു മാറി. അവളവനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് വാതിലിനടുത്തേക്ക് ചെന്നു. ആ സമയം കൊണ്ട് തന്നെ ആദി പിസ്റ്റൾ എടുത്ത് ഷർട്ടിന് പുറകിലായി വെച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഞാനും വരട്ടെ? പോവാൻ റെഡിയായി നിൽക്കുന്ന 3 പേരെയും കാണെ അജു ആകുലതയോട് ചോദിച്ചു. വേണ്ട, നീ അവളെ നോക്ക്, ബാക്കിയെല്ലാം വന്നിട്ട് പറയാം. അപ്പുവിനെ നോക്കി അജുവിനുള്ള മറുപടി ആദി പറഞ്ഞതും അവനും തലയാട്ടി. ഇത് ഇത്തിരി അധ്വാനമുള്ള ജോലിയാ, വായി നോട്ടം പോലെ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് അജുമോൻ ഇവിടെ തന്നെ ഇരുന്നു, ചേട്ടന്മാര് പോയിട്ട് വരാം. ആദി രുദ്രൻ അപ്പുവിനോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിയതും അവളെ ചേർത്ത് പിടിച്ച് അടുത്ത് നിൽക്കുന്ന അജുവിനെ ഒന്ന് പൂച്ചിച്ചു വിട്ടു അൻഷ്. അജു അവനെ പല്ലടിച്ച് നോക്കി. മോള് ചെന്ന് ഇവന് തിന്നാനെന്തെങ്കിലും എടുത്തു കൊടുക്ക്, കണ്ടില്ലേ പല്ല് കടിച്ചു പൊട്ടിക്കുന്നു. രണ്ടാളെയും മാറി മാറി നോക്കുന്ന അപ്പുവിന്റെ കവിളിലും തട്ടിക്കൊണ്ട് അൻഷ് പറഞ്ഞതും പെണ്ണത് അനുസരിക്കുന്ന പോലെ തലയാട്ടി. അത്രയും നേരം വീർപ്പിച്ചു പിടിച്ച അജുവിന്റെ മുഖം അവന്റെ കുഞ്ഞുമണിയുടെ ഒറ്റ തലയാട്ടലിൽ കാറ്റൂതി വിട്ട ബലൂൺ പോലെയായി. അൻഷ് അവനെ നോക്കി കളിയാക്കി ചിരിച്ച് കാറിലേക്ക് കയറിയതും അജു അവളെ ചേർത്ത് പിടിച്ചു. കാറ് മാൻഷന്റെ ഗേറ്റ് കടന്ന് മറിയുവോളം അജു അപ്പു നോക്കി നിന്നു. അപ്പച്ചി തന്ന മാപ്പിൽ അടയാളപ്പെടുത്തിയ എയർ റൂട്ട് വഴിയാണ് അവരുടെ ചോപ്പർ പറന്നത്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയെങ്കിലും ലക്ഷദ്വീപിനും കന്യാകുമാരിക്കും ഇടയിലായി വരുന്ന പ്രൈവറ്റ് ഐലൻഡിൽ തന്നെ കൃത്യമായി അവർ ലാൻഡ് ചെയ്തു. ആൾവാസം തീരെയില്ലാത്തൊരു ദ്വീപാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി. കാറ്റിന്റെയും കടലിന്റെയും ഇരമ്പമൊഴിച്ചാൽ വല്ലാത്തൊരു സൈലൻസ് ആണ് അവിടെ. സൂര്യന്റെ താപത്തിൽ ചുട്ടുപൊള്ളുന്ന പഞ്ചാരമണയിൽ ചവിട്ടിയതും ബൂട്ടിട്ട കാലുകൾക്കുള്ളിലൂടെ വല്ലാത്തൊരു ഉഷ്ണം അവരുടെ ശരീരം തിരിച്ചറിഞ്ഞു. ഇതിലിനിയും മുന്നോട്ട് പോവാനുണ്ട്. മാപ്പ് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തിക്കൊണ്ട് അൻഷ ആദിയോട് രുദ്രനോടുമായി പറഞ്ഞതും മൂവരും മുന്നോട്ട് നടന്നു. പതിയിരിക്കുന്ന അപകടങ്ങൾ ഏതുമില്ലെന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേ അവർക്ക് ഉറപ്പായിരുന്നു. തങ്ങൾ നിൽക്കുന്നതിനൊരൽപ്പം മാത്രം അകലെയായി മാപ്പിൽ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന വീട് കണ്ടതും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ട് മൂവരുടെയും നടത്തത്തിന് വേഗതയേറി. ഓടിയടുക്കുന്തോറും തന്റെ നെഞ്ചിരിപ്പ് ഉയർന്നു തുടങ്ങിയത് രുദ്രൻ അറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തെറ്റിയ അതേ മിടിപ്പ്, മനസ്സും ശരീരവും ഒരുപോലെ മുന്നോട്ട് കുതിക്കുന്ന പോലെ. അടഞ്ഞുകിടക്കുന്ന വാതിലിനുമ്പിലെത്തിയതും വല്ലാത്തൊരു തളർച്ചയോടെ രുദ്രൻ ആ പടിയിൽ ഇരുന്നു പോയി. ഏട്ടാ, എന്താ പറ്റി? വിയർപ്പിൽ കുതിർന്നു പോയ അവന്റെ ശരീരം കാണെ അൻഷിന് വല്ലാത്ത പേടി തോന്നി. ആദിയുടെ ചുണ്ടിൽ ആശ്വാസത്തോടെയുള്ളൊരു പുഞ്ചിരിയാണ്. അവനോളം രുദ്രന്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്ന ആരുമുണ്ടാവില്ല. ചെകുത്താൻ ഈ ഭൂമിയിലെ തന്റെ ഇണയെ കണ്ടെത്തുമ്പോൾ ശരീരം നൽകുന്ന സൂചനകൾ. വല്ലാത്തൊരു പ്രതീക്ഷയോടെ ആദിയുടെ കണ്ണുകൾ താഴിട്ട് പൂട്ടിയ വാതിലിന് നേരെ ചെന്നു. ഇതകത്തുനിന്ന് പൂട്ടിയിരിക്കാനുള്ള സൂര്യ, ആളുടെ തോന്നുന്നു. അൻഷു വാതിൽ പിടിച്ചവൻ തള്ളി നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദി രുദ്രൻ അവരെ നോക്കി. നീ മാറച്ചു. അൻഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആദി മുന്നോട്ട് വന്ന് വാതിലിൽ തട്ടി. 3 തവണ തട്ടിയിട്ട് അത് തുറക്കുന്നില്ലെന്ന് കാണെ ആദി പുറകോട്ടിന്നുകൊണ്ട് ആ വാതിൽ ആഞ്ഞു ചവിട്ടി. അവന്റെ കരുത്തിനു മുമ്പിൽ പൊടിഞ്ഞു പോകുന്ന പോലെ വാതിൽ നിലത്തേക്ക് വീണു. പക്ഷേ അവരവിടെ കണ്ട കാഴ്ച, അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവാണേ. വാതിൽ വീഴുന്ന ശബ്ദത്തിനൊപ്പം ദയനീയമായ ഒരു കരച്ചിൽ കൂടി കേട്ടതും ആദി രുദ്രന് മനുഷ്യ എയിം ചെയ്തു വെച്ച പിസ്റ്റൾ ഒരുപോലെ താഴ്ത്തി പരസ്പരം നോക്കി. പിന്നെ അകത്തേക്ക് കയറി. ആര് നിങ്ങളൊക്കെ? എന്താ വേണ്ട? പേടിച്ചുറച്ച് മുന്നിൽ നിൽക്കുന്ന അപ്പുവിന്റെ പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും മൂവരുടെയും മുഖം സംശയത്തോടെ ചുളിഞ്ഞു. നീ ഏതാ? ഇവിടെ എന്താ പണി? അൻഷിന്റെ മുഖം വല്ലാത്ത ഗൗരവത്തിലായി. ആദി രുദ്രനും കണ്ണുകൾ കൊണ്ട് ചുറ്റുമൊന്ന് പരതി. അടഞ്ഞുകിടക്കുന്ന ഒരു വാതിൽ കൂടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും 2 പേരും അവിടേക്ക് നടന്നു. അയ്യോ, എന്തീ കാണിക്കുന്നേ? ആരും കരുത്, അവിടെ നിന്നോണം.
അനങ്ങിയ ഒറ്റ ബുള്ളറ്റ് ഞാൻ തീർക്കും. ആദിക്ക് രുദ്രനും പുറകെ നിലവിളിച്ചുകൊണ്ട് പോകാൻ ഒരുങ്ങിയവന് നേരെ വീണ്ടും ഗൺ പോയിന്റ് ചെയ്തുകൊണ്ട് അൻഷു പറഞ്ഞു. നിന്നെടുത്തുനിന്ന് അനങ്ങാൻ പോലും പേടിച്ചുകൊണ്ട് ദയനീയമായി അവൻ അൻഷിനെ നോക്കി. ആ സാറിനൊന്നും ചെയ്യല്ലേ, പാവ കിടപ്പില്ല, ഒന്ന് അനങ്ങാൻ പോലും സാധിക്കില്ല. കരഞ്ഞുകൊണ്ട് അവൻ അൻഷിനോടായി പറഞ്ഞത് വാതിൽ താഴെ തുറക്കാൻ ഒരുങ്ങിയ രുദ്രനും അരികിൽ നിന്ന് ആദ്യം ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. എന്താ നീ പറഞ്ഞേ? അകത്തുള്ളത് ആരാ? രുദ്രന്റെ സ്വരം വല്ലാതെ നേർത്ത് വിറച്ചുപോയി. പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും സഹിക്കാൻ കഴിയാത്ത വിധം നോവുന്നു. അവന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം അവനെ ചേർത്ത് പിടിച്ചു. എന്നും എപ്പോഴും എന്തിനും താങ്ങും തണലുമായി നിൽക്കുന്ന ഏട്ടനാണ്. അവന്റെ തണലിൽ താനും പലപ്പോഴും പഴയ സൂര്യയായി മാറാറുണ്ട്. അങ്ങനെയുള്ളവന്റെ ഈ തകർച്ച ആദിയുടെ കണ്ണു നിറച്ചു. അത് ആരാന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായുള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആള് പോയപ്പോ വന്നതാ. അകത്തുള്ള സാറിന് ചെറുപ്പത്തിൽ എന്തോ ആക്സിഡന്റ് പറ്റിയതാണെന്ന് അറിയും. വർഷം കുറയായി ഇതേ കിടപ്പിൽ. സംസാരിക്കാനോ ശരീരാനക്കാനോ ഒന്നും കഴിയില്ല. നോക്കാൻ വരുന്നവര് നന്നായി നോക്കുന്നതുകൊണ്ട് മാത്രം ജീവൻ പോവാതെ കിടക്കുന്നു. ആ ചെക്കൻ പറഞ്ഞു നിർത്തിയതും ആദിയുടെ അൻഷിന്റെയും നോട്ടം ഒരുപോലെ രുദ്രനിലേക്കായി. അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ സന്തോഷമാണോ വേദനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ഭാവം. വർഷം ഇത്രയും എവിടെയെങ്കിലും ജീവനോടെ കാണുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞവന് മുന്നിലേക്ക് പ്രാണനായവൻ തിരികെ എത്തിയിൽ സന്തോഷിക്കണോ, അതോ ഇനിയും ഉയർത്തിയെഴുന്നേൽക്കാൻ കഴിയാത്ത രീതിയിൽ അവന്റെ അവസ്ഥയിൽ ദുഃഖിക്കണോ എന്നൊന്നും അറിയാത്ത അവസ്ഥ. നമുക്ക് പോയി കാണാം ഏട്ടാ, തിരിച്ചിട്ടില്ലേ? ബാക്കിയെല്ലാം പിന്നെ. ആദി നശിച്ച സ്ഥലത്തുനിന്ന് അവനെ കൊണ്ടുപോവാം. ആദിയുടെ ധൈര്യത്തിനെന്ന പോലെ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രനും അല്പം ആശ്വാസം തോന്നി. വാതിലിന്റെ താഴെ നീക്കി തുറന്നതും എന്തൊക്കെയോ മരുന്നിന്റെ രൂക്ഷഗന്ധം അവരുടെ നാസികയിലേക്ക് തുളച്ചു കയറി. അത്യാവശ്യം വലിപ്പമേറിയ മുറിയുടെ ഒരു മൂലയിലായിട്ടിരിക്കുന്ന കട്ടിലിൽ കണ്ണുകൾ അടച്ചു കിടക്കുന്ന ഒരു രൂപം. ആദി. രുദ്രന്റെ ചുണ്ടുകൾ ഒരു വിറയലോടെ ആ പേര് വിളിക്കുമ്പോൾ കട്ടിലിൽ കിടക്കുന്നവന്റെ കൺപോളകളൊന്ന് അനങ്ങി. നെഞ്ചൊക്കെ തുടിച്ചുയരുന്ന പോലൊരു സന്തോഷം, ഹൃദയമല്ലാതെ പിടയുന്ന പോലെ. ആദി. അരികിൽ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് രുദ്രൻ ആദിക്കരികിലേക്ക് നടന്നു. ചലനമില്ലാതെ കിടക്കുന്ന അവന്റെ വലതു കൈ ഇരുകൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച് രുദ്രൻ വീണ്ടും വിളിച്ചതും പതിയെ കണ്ണുകളൊന്ന് ചിമ്മി തുറന്നവൻ. തൊട്ടടുത്തിരിക്കുന്ന കണ്ടു പരിചയമൊട്ടുമില്ലാത്ത ആളിലേക്ക് അവന്റെ മിഴികൾ സംശയത്തോടെ തങ്ങി നിന്നു. രുദ്രന, നിന്റെ മാത്രം. രുദ്രന്റെ കണ്ണുനീർ അവന്റെ കൈകളിൽ വന്ന് വീണു. ആദിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുന്നു. രുദ്രനെ കണ്ണ് ചിമ്മാതെ നോക്കുന്നു. സൂര്യ മനസ്സെറിഞ്ഞു പോകുന്ന സന്തോഷത്തോടെ നോക്കി നിന്നു. പഴയ 15 വയസ്സുകാരിൽ നിന്ന് ഒരുപാട് മാറിപ്പോയിരിക്കുന്നവൻ, തന്റെയും അച്ചുവിന്റെയും കൂട്ടത്തിലെ 3ാമൻ. 10ാം ക്ലാസ്സിലേക്ക് സ്കൂൾ മാറി വന്ന പൊടിമീശക്കാരൻ, ദിവസങ്ങൾ കൊണ്ട് തങ്ങളിൽ ഒരാളായി മാറിയവൻ. അച്ചു ഏട്ടനുമെല്ലാം അപ്പയുടെ കൂടെ ഡൽഹിക്ക് പോയപ്പോൾ തനിക്ക് കൂട്ട അവനായിരുന്നു. ഒരു ദിവസം വൈകിട്ട് സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയവനെ താൻ പിന്നെ കാണുന്ന ഇപ്പോഴാണ്. സൂര്യ ഒരു വേദനയോട് ഓർത്തു. രുദ്രനെ തന്നെ നോക്കിക്കിടന്നിരുന്ന ആദിയുടെ കണ്ണുകൾ അപ്പോഴേക്ക് നിറഞ്ഞു പെയ്തു തുടങ്ങിയിരുന്നു. അയ്യേ, കരയാണോടാ? ഇത്രയും വർഷം കഴിഞ്ഞ് കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞു നിൽക്കാൻ നീ ആ പഴയ 15കാരനല്ല. സൂര്യൻ തോളന്നുയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ആദിക്കടുത്തേക്ക് ചെന്നു. ആദിക്ക് അവനെ മനസ്സിലായില്ലെന്ന് സൂര്യനും മനസ്സിലായി. സൂര്യനാരായണൻ. രുദ്രൻ അരികിലായി സ്ഥാനം പിടിച്ചുകൊണ്ട് ആദിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്താവൻ പതിയെ പറഞ്ഞു. ആദിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാനുണ്ടടാ. നേരത്തെ കണ്ട ചെറുപ്പക്കാരനൊപ്പം തന്നെ അൻഷു ആദിയുടെ അരികിലേക്ക് വന്നു. അയാൻഷ്, അച്ചു. സൂര്യയുടെ അടുത്തായി അവനിരുന്നു. കണ്ണ് തുറന്നു വെച്ച് സ്വപ്നം കാണുന്ന പോലെ ആദ്യം അവരെ 3 പേരെയും നോക്കി. കണ്ണുകൾ കൊണ്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർക്ക് തോന്നി. ഉള്ളിൽ പതഞ്ഞു പൊന്തിയ വേദന മൂവരെ അടക്കി പിടിച്ചു. ആ നിമിഷം അവരുടെ ആദിക്ക് മുമ്പിൽ അത് പ്രകടമാക്കാൻ മൂവരെ ആഗ്രഹിച്ചിരുന്നില്ല. ഹോ, നിങ്ങൾ 3ആളും സാറിന്റെ ഫ്രണ്ട്സാണോ? എന്നിട്ടാണ് തോക്കും പിടിച്ചുകൊണ്ട് വന്ന് എന്നെ പേടിപ്പിച്ചേ? എല്ലാം കണ്ണും കേട്ട് കണ്ണുമിഴിച്ച് നിൽക്കുന്നവന്റെ ചോദ്യമാണ് ആദിയിൽ നിന്ന് 3ആളുടെയും ശ്രദ്ധ തിരിച്ച്. എളിയോടെ നിൽക്കുന്നവനെ മൂവരും ഗൗരവത്തോടെ നോക്കി. അവരുടെ നോട്ടത്തിൽ ചെക്കൻ നിന്നൊന്ന് പരിങ്ങി. അല്ല, അത് പിന്നെ ഞാൻ. എന്താ നിന്റെ പേര്? അൻഷാണ്. കുഞ്ഞുമോൻ. എന്താന്ന്? അൻഷിന്റെ കണ്ണൊന്ന് കുറുകി. കുഞ്ഞുമോനെന്ന്? എന്ത് പേരാടാ ഇത്? പോത്തുപോലെ വളർന്ന് നിന്റെ പേര് കുഞ്ഞുമോനോ? ആന്നേ, എന്താലേ നിങ്ങളുടെയൊക്കെ പേരിനെ എന്തൊരു എടുപ്പാ. അയാൻഷ്. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? അപ്പനും അമ്മയുടെ പേരാ. കാര്യമായി തന്നെ നിന്ന് പറയുന്നവൻ മൂവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരി ഇടിച്ചു. ആ നിമിഷത്തെ ലഘൂകരിക്കാൻ അവന്റെ ആ സംസാരത്തിന് കഴിഞ്ഞു. എന്നാലും എന്തൊരു ദുഷ്ടതര സാറന്മാരി സാറിനോട് ചെയ്യുന്നത്. പ്രോപ്പർ മെഡിക്കൽ കെയറും തെറാപ്പിയൊക്കെ കിട്ടിയ പണ്ടേക്ക് എഴുന്നേറ്റ് നടക്കേണ്ട സാറാ. ജീവിക്കാനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാവരും മെഡിസിനും ട്രീറ്റ്മെന്റും ഇതുവരെ സാറിന് കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ എന്തിനാ അതിനെ കൊല്ലാകൊല ചെയ്യുന്നത്? അതൊരു പട്ടി പോലും എത്താത്ത ഈ ദ്വീപിൽ ഒളിയിൽ പാർപ്പിച്ചുകൊണ്ട്. 3 മല്ലന്മാരെ കണ്ട പേടിയൊക്കെയുള്ളിലുണ്ടെങ്കിലും കുഞ്ഞുമോൻ ഇത്തിരി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. പ്രതീക്ഷിച്ചതാണെങ്കിൽ കൂടിയും മൂവർക്കും വല്ലാത്ത വിഷമം തോന്നി. ഒപ്പം ഇതിനെല്ലാം കാരണക്കാരായവരെ പച്ചക്കത്തിക്കാനുള്ള ദേഷ്യവും നിറഞ്ഞു. ഏട്ടനെന്നെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലേ,
ഇവൻ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവുമെന്ന്, നമ്മുടെയൊന്നും കണ്ണെത്താത്തടത്തേക്ക് കൊണ്ടുവന്നതായിരിക്കുമെന്ന്. എന്നെ അവർക്ക് നേടാൻ വേണ്ടി മാത്രമല്ല ഏട്ടാ അയാൾ നമ്മുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞത്. സൂര്യൻ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കുഞ്ഞുമോനൊന്ന് പേടിച്ചു പോയി. ആദിയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ സൂര്യനെ നോക്കി. അവനറിയുന്ന സൂര്യൻ ഇങ്ങനെയായിരുന്നില്ല, അത്ര വേഗമൊന്നും ദേഷ്യം വരുന്നവനായിരുന്നില്ല. അതെ, സൂര്യ പറഞ്ഞ് നേരാ. എന്തായാലും ഇനിയൊന്നിനും കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിവന് തിരിച്ചിട്ടില്ലേ. ഒക്കത്തിന്റെ ആയുസ് ഇവിടെ കൊണ്ട് അവസാനിച്ചു. അനുഷ പകയോടെ സൂര്യ അനുകൂലിച്ച് പറഞ്ഞത് രുദ്രന്റെ മുഖവും കടുത്തു. ഇത്രയും കാലം ആയുസ് നീട്ടിക്കൊടുത്ത് കാത്തുനിന്ന് ഇവനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഇനി ഇതുപോലൊരു കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. നമുക്കെന്തായാലും ഇപ്പൊ ഇവിടുന്ന് പോവാം, മാൻഷനിലെത്തിയിട്ട് ബാക്കി. പിന്നെ ഇവനെ കൂടി കൂട്ടിക്കോച്ചു, ആവശ്യം വരും. കുഞ്ഞുമോനെ നോക്കി അനുഷിനോട് അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്ത് സൂര്യ പുറത്തേക്ക് നടന്നു. മേഴിച്ചിക്കാതെ എടുക്കാനുള്ളൊക്കെ പെറുക്കിയെടുത്തിട്ട് റെഡിയാടാ, ചോപ്പറിപ്പ് വരും. സൂര്യൻ പോയ വഴിയെ വാ തുറന്ന് നോക്കി നിൽക്കുന്നവനോടായി അനുഷൻ നിന്ന് അലറിയതും ചെക്കനൊരു ഞെട്ടിലോട് ആദിയുടെ അടുത്തേക്ക് പാഞ്ഞു. ആദി രുദ്രന് അനുഷം പോയതിൽ പിന്നെ ആകെ കൂടി മൂടിക്കെട്ടിയതുപോലെ ഒരു ഇരിപ്പാണ് മീര. ഗൗരി വിഷു അന്നുവെന്നും എന്തു പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ലായിരുന്നു. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് മൂവരിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നതാണ്. ആദിയും രുദ്രന് ഓഫീസിൽ പോയാലും അനുഷൊപ്പം ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ അവനില്ലാതെ തീർത്തും ഒറ്റക്കായതുപോലെ തോന്നിപ്പോയവൾക്ക്. അജു ആണെങ്കിൽ അപ്പച്ചിയെ കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുമില്ല. ഒരിക്കൽ തനിച്ചിരിക്കാൻ മാത്രം ആഗ്രഹിച്ചവൾക്ക് ഇന്ന് അവരൊപ്പമില്ലാതെ പറ്റില്ലെന്നുള്ള അവസ്ഥയായി തീർന്നിരിക്കുന്നു. എന്റെ അപ്പു, അർജുൻ സാർ ഇപ്പൊ വരും. നിന്റെ ഈ വിഷാദഭാവം കാരണം കണ്ടാലേ അങ്ങേരി വീട് തിരിച്ചു വെക്കും. അതുകൊണ്ട് എന്റെ പൊന്നല്ലേ, ഒന്ന് ചിരിക്ക്. സ്റ്റെപ്പിലായിരിക്കുന്ന അപ്പുവിന്റെ അടുത്ത് വന്നിരുന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞതും അപ്പു ഒരു ചിരിയോടെ അവളെ നോക്കി. ഐഷ്, എന്താ ചിരി എന്റെ കൊച്ചേ, നിന്റെ മുഖത്ത് ഈ ചിരി തന്നെയാ ഭംഗി. ചേച്ചിക്ക് ചേട്ടന് എത്ര ഇഷ്ടമുണ്ട്? അർജുൻ സാറിനെയാണോ? അങ്ങനെ ചോദിച്ചപ്പോ എന്താ പറയാ? അപ്പുവിന് സൂര്യ സാറിന് എത്ര ഇഷ്ടമുണ്ട്? എന്റെ ജീവനാ. മേരിയുടെ സ്വരം നേർന്നു. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് ആ മറുപടി വന്നതെന്ന് ഗൗരി ഒരു ചിരിയോടെ ഓർത്തു. ഒരിക്കലും എനിക്ക് തിരിച്ചിട്ടെന്ന് വിചാരിച്ചല്ല, നല്ലൊന്ന് വിധിച്ച ജന്മല്ലായിരുന്നു എന്റെ. അതിൻ്റെ കൂടെ ഒരു ദുസ്വപ്നം പോലെ അയാളും. അപ്പു പതിയെ പറഞ്ഞു തുടങ്ങിയതും ഗൗരിയുടെ കൈകൾ അവളിൽ മുറുകി. അവൾക്ക് സംഭവിച്ചൊന്നും ഇന്ന് അവൾക്കറിയില്ല. അതോർക്കവേ കരുതലോടെ ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. എനിക്കറിയില്ലായിരുന്നു ചേച്ചി, എല്ലാവരും എന്നെ മാത്രം എന്തെങ്കിലും നോക്കുന്നേന്ന്. ഏട്ടനെന്ന് കരുതിയ ആള് പോലും, അതും ഭാര്യ ഉള്ളപ്പോൾ തന്നെ ആരോടൊന്നും പറയാതെ എല്ലാത്തിൽ നിന്ന് ഓടി ഒളിച്ചു. സ്വന്തം കരുതി ഒന്നും ആരും എന്റെ ആയിരുന്നില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ആദ്യമായിട്ടും വന്നേ, എന്നോട് ആരും അത്രയും കരുതൽ കാണിച്ചിട്ടില്ല. അപ്പൊ പോലും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഉറക്കിയിട്ടില്ല. പിന്നെയല്ലേ അറിയുന്നത് അയാൾ എന്റെ ആരും അല്ലായിരുന്നു എന്ന്. എന്റെ സ്വന്തമായിട്ടുള്ളതൊക്കെ നഷ്ടപ്പെടുത്തിയത് അയാളാണെന്ന്. അപ്പു പറയുന്നൊക്കെയും ഗൗരി തെല്ലൊരു അത്ഭുതത്തോടെ കേട്ടു നിന്നു. എല്ലാം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴത് പറയുന്ന അപ്പു ആയതുകൊണ്ടാണ് ഈ അത്ഭുതം. ഒരുപക്ഷെ പരിചയപ്പെട്ടതിന് ശേഷം അവളുമായിട്ടുണ്ടാവുന്ന അത്രയും നീളമുള്ള ആദ്യത്തെ കോൺവെർസേഷൻ ഇതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഒരു പുഞ്ചിരി, ഒരു മൂളൽ, അതും അല്ലെങ്കിൽ കഷ്ടിച്ചൊരു സെന്റൻസ്. ഈ പ്രണയിക്കുന്ന എങ്ങനെയാ ചേച്ചി? പതിയുള്ള പെണ്ണിന്റെ ചോദ്യമാണ് ഗൗരി അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആഹാ, ദി ഗ്രേറ്റ് സൂര്യനാരായണന്റെ പ്രണയിനിയും പ്രിയ പത്നിയുമാണോ? പ്രണയം എന്താണെന്ന് എന്നോട് ചോദിക്കുന്നേ? ഗൗരി ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവിടെ ചിരിയൊന്നുമില്ല. തന്റെ ചോദ്യത്തിന് ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്ന പോലെ നിൽപ്പാണ്. അപ്പുവിനറിയില്ല പ്രണയിക്കാൻ? എനിക്ക് ആദ്യമായിട്ടും വിചാരിക്കുന്ന പോലെ തിരിച്ച് പ്രണയിക്കാൻ പറ്റുന്നില്ല. അറിയില്ല ഞാൻ. ഗൗരി തെല്ലൊരു അത്ഭുതത്തോടെ അവളെ കേട്ടു. അപ്പൊ ഇതൊരു ആദ്യമായിട്ട് ആയിട്ടില്ലെന്നാണോ പറയുന്നേ? ഊഹിച്ചിരുന്നെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ഗൗരിക്ക് എന്തു പറയണമെന്നറിയാതെ മൗനമായി പോയി. എന്തു പറ്റി അങ്ങനെ? അപ്പൂന് ഒരുപാട് പ്രണയിക്കുന്ന ആളല്ലേ, അപ്പൂന് ഇഷ്ടമല്ലേ? പക്ഷെ എനിക്ക് പേടിയാണോ? എന്തിനാ പേടിക്കുന്നേ? പ്രണയിക്കുന്നവർ മാത്രമല്ലല്ലോ നിങ്ങൾ, ഭാര്യയും ഭർത്താവും അല്ലേ. പരസ്പരം പങ്കുവെക്കുന്ന ആ റിലേഷന്റെ ഭാഗമാണ്, മനോഹരമായൊരു ഭാഗം. ഗൗരി ഒരു കൂട്ടുകാരിയെ പോലെയോ കൂടപ്പിറപ്പിനെ പോലെയൊക്കെ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ചെറുപ്പം മുതൽ അനുഭവിച്ചു തുടങ്ങിയ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു മീരയിൽ. കാണാൻ സുന്ദരിയായതുകൊണ്ടും പാവം പിടിച്ച സ്വഭാവമായതുകൊണ്ടും പലരും അവൾ നോക്കിയതും കാണുന്നതൊക്കെ മറ്റൊരു താല്പര്യത്തോടെയായിരുന്നു. ഒരുപക്ഷെ ഒരു അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാം തുറന്നു പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും അവൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ അവൾ എത്തില്ലായിരുന്നു. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അത്രയും വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നുപോയത്. അതിന്നും വ്യക്തമല്ലാത്ത പല സ്വപ്നങ്ങളായും അവളെ ഹോണ്ട് ചെയ്യുന്നുമുണ്ട്. ഗൗരിക്ക് ശരിക്കും പാവം തോന്നി. ഒപ്പം അവൾ തന്നോട് ഇത്രയും അടുത്ത് സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷവും. ഈ ഒരു കാര്യത്തിൽ അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും ആവേണ്ട. പിന്നെ പ്രണയിക്കാൻ അങ്ങനെ ടിപ്സ് ഒന്നുമില്ല കുട്ടി. അപ്പുവിന്റെ ആദ്യം എങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്നു അതുപോലൊക്കെ സ്നേഹിക്കുക. ഒരു ഫീലിങ്സും ആളിൽ നിന്ന് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പുവിനെ അത്രയും മനസ്സിലാക്കുന്നുണ്ടല്ലേ ഇന്ന് മോളുടെ കംഫേർട്ട് നോക്കുന്നത്. അതുകൊണ്ട് ഈ പൂച്ചക്കുട്ടി ഓരോന്ന് ഓർത്ത് കൂട്ടി ടെൻഷൻ ആവേണ്ട കേട്ടോ. ഇതൊക്കെ അങ്ങ് നടന്നോളൂ. അപ്പോൾ ഒരിക്കലും ഒരു ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരുന്നാൽ മതി. ഗൗരി ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ മുൻപത്തെ മൂടിക്കെട്ടലുകളൊക്കെയും ഒഴിഞ്ഞ് അപ്പുവിന്റെ മുഖവും തെളിഞ്ഞിരുന്നു. രണ്ടുപേരും പിന്നെയും സംസാരിച്ച് അവിടെ തന്നെ ഇരിക്കുമ്പോഴാണ് അജുവിന്റെ കാറ് പോർച്ചിലേക്ക് വന്ന് നിന്നത്. കാറ് തുറന്നിറങ്ങി അവനെ കണ്ടതും പെണ്ണിന്റെ സങ്കടമൊക്കെ കുറഞ്ഞു. കുഞ്ഞുമണീസ്, എന്താണ് ഒരു വാട്ടം? ചോദ്യം അപ്പുവിനോടായിരുന്നെങ്കിലും നോട്ടം ഗൗരിയിലായിരുന്നു. അതിനുള്ള ഉത്തരം അവിടുന്ന് കിട്ടുമെന്ന് അവനറിയാം. അപ്പുവിന് സൂര്യസാറിനെ കാണുന്നു. പെട്ടെന്ന് എല്ലാരും പോയതിന്റെ സങ്കട. അയ്യേ, ഇതാണോ ഏട്ടന്റെ കുട്ടിയുടെ സങ്കടം? നിന്റെ ചെകുത്താനെ കാണാനിട്ടാണോ? അവള് നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ച് ചോദിക്കുന്നതിനൊപ്പം അജു ഫോൺ കയ്യിലെടുത്ത് അതിൽ ആദിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അപ്പോൾ അത്ഭുതത്തോടെ തന്നെ അവനെ നോക്കുന്നുണ്ട്. ആദിയോടൊന്നും മിണ്ടാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. താൻ പറയാതെ തന്നെ മനസ്സറിയുന്ന ഏട്ടൻ. അവൾക്ക് അജുവിനോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും തോന്നിപ്പോയി. ഗൗരി രണ്ടുപേരെയും നോക്കി നിൽപ്പാണ്. ആരും പറയില്ല അവൾ അവന്റെ സ്വന്തം അനിയത്തിയല്ലെന്ന്. ഡാ, നീ തിരക്കാണോ? ഇനിയിപ്പോ തിരക്കാണെങ്കിലും സാരമില്ല. എന്റെ കുഞ്ഞുമണിക്ക് നിന്നോട് മിണ്ടണമെന്ന്. ഞാൻ ഫോൺ കൊച്ചിന്റെ കൈ കൊടുക്കാം. ആദ്യത്തെ റിങ്ങിന് ശേഷം മറുവശം കോൾ കണക്ട് ആയതും അജു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ അപ്പുവിന് കൊടുത്തു. മോള് സംസാരിച്ചു കേട്ടോ. അവളുടെ തിളങ്ങുന്ന കണ്ണിലെ സന്തോഷത്തിലേക്ക് നോക്കിക്കൊണ്ട് അജു പറഞ്ഞതും അവനെയൊന്ന് പുണർന്നു മാറി ചിരിയോടെ ഫോണും കയ്യിൽ വാങ്ങിച്ച് അകത്തേക്ക് പാഞ്ഞവൾ. ആദ്യ കാലിൽ ഇട്ടുകൊടുത്ത കൊലുസിന്റെ കിലക്കം അവിടെയെങ്ങും മുഴങ്ങി. എവിടേക്കാണ് മേഡം പായുന്നത്? ഈ ഉള്ളവന് ഇവിടെ നിൽക്കുന്നൊന്നും കണ്ണി പിടിക്കുന്നില്ലേ? അപ്പു പോകുന്ന നോക്കി ചിരിയോട് അകത്തേക്ക് കയറാൻ ഒരുങ്ങിയ ഗൗരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് അജു ചോദിച്ചതും അത്ഭുതം നിറയുന്ന കണ്ണുകളോടെ ഗൗരി അവനെ നോക്കി. അന്നത്തെ ആ ദിവസത്തിന് ശേഷം ബോധത്തോടെ ഇത്രയും അടുത്തിയത് ആദ്യമാണ്. എന്താണ് അന്ന് ഉരുട്ടി നിലത്തിട്ട പോലെ ഇന്നും ഉരുട്ടി തള്ളിയിടാനുള്ള പ്ലാൻ ഉണ്ടോ നിനക്ക്? ആദിയുടെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട ദിവസം അവളെ തുറന്നുവിടാൻ ചെന്നതിന്റെ ഓർമ്മയിൽ അജു ഗൗരവത്തോടെ ചോദിച്ചു. ആദ്യമൊന്നും പരിങ്ങിപ്പോയെങ്കിലും അവനോട് അങ്ങനെ എന്നാൽ ശരിയാവില്ലെന്നുള്ള ഓർമ്മയിൽ ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി. പിന്നെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ട് എന്നെ പീഡിപ്പിക്കാൻ നോക്കി തന്നെ ഞാൻ എന്ത് വേണം? പീഡനോ? അജുവിന്റെ കണ്ണു മിഴിഞ്ഞു. അടുത്ത നിമിഷം അതിൽ കുറുമ്പ് നിറയുകയും ചെയ്തു. മാറി മാറി വരുന്ന അവന്റെ ഭാവങ്ങളിലേക്ക് ഗൗരി കൂർപ്പിച്ച് നോക്കി. ശരി, അന്ന് നടക്കാതെ പോയ ആ പീഡനം എന്ന് നടത്തിയാലോ? ഒന്നുകൂടി അവളെ വലിച്ചെടുപ്പിച്ച് മീശയൊന്ന് പിരിച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും ഗൗരിയുടെ കണ്ണ് മിഴിഞ്ഞു. അവിടെ നോട്ടം മുഴുവൻ തന്റെ ചുണ്ടിലേക്കാണെന്ന് കൂടി കണ്ടതും അവനൊരൊറ്റ തള്ളും പിന്നെ ഒരു ഓട്ടവും വെച്ചു കൊടുത്ത് ഗൗരി. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ ഒരു പുഞ്ചിരി അവനിലോ സ്ഥാനം പിടിച്ചു. ഇപ്പുറം കേൾക്കുന്ന അവളുടെ ശ്വാസത്തിൽ ആദിയിൽ നനുത്തൊരു പുഞ്ചിരി വിടർന്നു. ഫോൺ കാതിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയമായി. അവളായിട്ട് മിണ്ടുമോ എന്നറിയാനാണ് കാത്തുനിന്ന്. മിണ്ടുന്നില്ലെന്ന് മാത്രമല്ല, കിളിക്കുഞ്ഞിന്റെ പരിഭവം കൂടി അവൻ ആ മൗനത്തിൽ നിന്നും മനസ്സിലായി. അവളിൽ നിന്നുമുള്ള ഈ ഭാവങ്ങൾ തന്നെ അവൻ അത്ഭുതമാണ്. പതിയെങ്കിലും അവൾ മാറി തുടങ്ങുന്നു എന്നുള്ള തെളിവുകളാണ്. കൂടുതലൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു നോ പറയാനെങ്കിലും അവൾക്ക് പറ്റണം. അതിനപ്പുറം ഏതാപത്തിൽ അവളുടെ കൈവിടാതെ താൻ ഉണ്ടാവും. എന്ത് കിളിക്കുഞ്ഞ് പിണക്കത്തിലാണോ? തന്റെ ആ ചോദ്യത്തിൽ ഇപ്പോൾ ഒരു മൂളിൽ പോലുമില്ലാതെ മൗനമായതും ആദ്യ പതിയെ ചിരിച്ചുപോയി. അവന്റെ ചിരികൾക്ക് അവളുടെ കണ്ണും വിടർന്നു. ശരിക്കും പിണങ്ങിയതാണോ നീ? എനിക്ക് കാണാൻ തോന്നുന്നു. പതിയെ, അത്രയും പതിയെ പറഞ്ഞവൾ. ആദിയുടെ നെഞ്ചൊന്ന് തുടിച്ചുപോയി. അപ്പു തന്നെയാണോ പറയുന്നതെന്നൊരു അത്ഭുതം, സന്തോഷം, അങ്ങനെ എന്തൊക്കെയോ. എന്നെയാണോ? എന്റെ അടുത്തേക്ക് വരുന്നോ? എന്റെ കുഞ്ഞാ ഫോൺ അജുവിന്റെ കൈ കൊടുത്തേ. ആദി വേഗം പറഞ്ഞതും അതിന് മൂളാൻ പോലും നിൽക്കാതെ അജുവിനെയും തിരക്കി പാഞ്ഞവൾ. എന്താടാ, എന്തുപറ്റി? ഓടിക്ക് വെച്ച് തനിക്ക് നേരെ വരുന്നവളെ കാണെ ഹാളിൽ നിന്ന് അജു ഒന്ന് വെപ്രാളപ്പെട്ടുപോയി. ആദ്യേട്ടനെ ഏറ്റോണ്ട് മിണ്ടണമെന്ന് ഫോൺ അവന് നേരെ നീട്ടിപ്പിടിച്ച് പറഞ്ഞതും അവളെ കണ്ണുവിടർത്തി നോക്കിക്കൊണ്ട് അജു ഫോൺ കയ്യിലേക്ക് വാങ്ങി. പറയടാ, അജു ചോദിച്ചതും അപ്പുറം ആദ്യം എന്തോ മറുപടി പറഞ്ഞു. എല്ലാത്തിനും മൂളി കേട്ടുകൊണ്ട് അജു ഫോൺ വെച്ച് അപ്പുവിനെ നോക്കി. കുഞ്ഞുമണിക്ക് ആ ചെറുത്താനെ കാണാൻ പോണോ? അജു കുറുമ്പോടെ ചോദിച്ചു. മറുപടിയായി നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചവൾ. വേഗം ചെന്ന് റെഡി ആയിട്ടോ, അവർ മൂന്നിലൂടെ അടുത്തുള്ള ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന്. പിന്നെ എന്റെ കുഞ്ഞുമണി ഗൗരി ചേച്ചിയും കൂടി വിളിച്ചു കേട്ടോ. അവള് നോക്കി നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചിട്ടാണ് അവസാനത്തെ ആ വാചകം പറഞ്ഞത്. അവന്റെ കള്ളത്തരം മനസ്സിലാക്കാൻ മാത്രം കടന്ന് ചിന്തിക്കാത്തതുകൊണ്ട് അതിനും തലയാട്ടി സമ്മതം പറഞ്ഞ് അപ്പു തിരിഞ്ഞടന്നു. അജു വീണ്ടും അവിടെ കയ്യിൽ പിടിച്ചു. പിന്നെ ആദ്യകാലം ചോദിച്ചാലേ ഗൗരി മോൾക്കൊരു കമ്പനിക്ക് കൂടെ കൂട്ടിയാന്ന് വേണം പറയാൻ. എന്റെ ചക്കര കുഞ്ഞല്ലേ, വേറെ ഒന്നും പറയരുത്. അജു വീണ്ടും പറയുന്നൊക്കെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അവൾ തലയാട്ടി. എന്നാ പെട്ടെന്ന് റെഡിയാവാ. അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അപ്പു വേഗം മുകളിലേക്ക് ഓടി. അപ്പുവിനെയും കൂടി അജു ഇപ്പൊ ഇങ്ങോട്ട് വരും. ആദ്യം എടുത്തിരിക്കുന്ന റൂമിലേക്ക് വന്നുകൊണ്ട് സൂര്യ പറഞ്ഞതും രുദ്രന് അനുഷവനെ നോക്കി. ആദ്യം കൂടി നേരെ അവരുടെ തന്നെ ഗസ്റ്റ് ഹൗസിലേക്കാണ് വന്നത്. ആദ്യം മിസ്സിംഗ് ആണെന്ന് ആദിയുടെ അച്ഛൻ ഇന്ദ്രന് മനസ്സിലാക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ലെന്ന് അവർക്കറിയാം.
അതുകൊണ്ടാണ് ആദ്യം കൊണ്ട് ഇപ്പൊ മാൻഷനിലേക്ക് പോവാതെ ഇവിടേക്ക് വന്നത്. മാൻഷനിൽ വെച്ച് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന അപ്പുവിനെ ആയിരിക്കും അവർക്കറിയാം. അവൾക്ക് പരിചയമില്ലാത്ത പേടി തോന്നിക്കുന്ന യാതൊരു കാഴ്ച അരങ്ങേറരുതെന്ന് മൂവർക്ക് നിർബന്ധമുണ്ട്. അതുപോലെ ഇനിയൊരിക്കലും ആദ്യം അയാൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കില്ലെന്നും. ആദ്യം എഴുന്നേറ്റ് നടന്നിട്ട് അജുവിനെ അപ്പുവിനെ അറിയിച്ചാൽ മതിയെന്ന് കരുതിയെങ്കിലും അത് വൈകിക്കണമെന്ന തീരുമാനത്തിലാണ് ഒടുക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് അപ്പു കാണണമെന്ന് പറഞ്ഞപ്പോൾ അജുവിനോട് അവളെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും. കുഞ്ഞുമോന് അവർക്കൊപ്പം തന്നെ പോന്നിട്ടുണ്ട്. അല്ലാതെ ചെക്കൻ മാത്രം ഐലൻഡിൽ നിന്നിട്ട് എന്ത് കാര്യമാണ്? തന്നെയല്ല, ആളൊരു പാവാണെന്ന് അവർക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു. ആദിയുടെ കൂട്ടിന് അവൻ തന്നെ മതിയും തീരുമാനിച്ചതും അതുകൊണ്ടാണ്. സൂര്യ പറഞ്ഞ അജു അപ്പു ഒക്കെ ആരാന്നോർത്ത് അവനും കുറച്ചു മാറി ചുമരിൽ ചാരി നിൽപ്പുണ്ട്. അപ്പു അജു വരുന്നുണ്ടെന്നറിഞ്ഞതും രുദ്രൻ ഒന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. സൂര്യ മനുഷ്യൻ കാര്യം മനസ്സിലായതുപോലെ പരസ്പരം നോക്കി. സൂര്യവേഗ രുദ്രന് പുറകെ പോയി. രാജക്ക ആദ്യം നോക്കിക്കോണം, കുഞ്ഞുമോനെ നോക്കി കലിപ്പിച്ച് പറഞ്ഞ് അനുഷ അവർക്ക് പുറകെ പോയി. എന്റെ പൊന്നോ, എന്തൊരു സാധനമാണ് എന്തോ. പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് വേണല്ലോ എനിക്ക് സാറിനെ നോക്കാം. ഒരാൾ വന്നിരിക്കുന്നു. അനുഷ പുറത്തേക്ക് പോയതും പിറുവിറുത്തുകൊണ്ട് കുഞ്ഞുമോൻ ആദിയുടെ ബെഡിനടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു. അല്ല സാറേ, അയാൾക്ക് മര്യാദക്ക് സംസാരിച്ചാലെന്താ? കണ്ണീർന്നുകൊണ്ട് തന്നെ നോക്കിക്കിടക്കുന്ന ആദിയോടായി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആദി മെല്ലെന്ന് പുഞ്ചിരിച്ചു. എന്തോ ഇത്രയും വർഷത്തിനിടക്ക് അവനോട് തോന്നിയ പോലെ ഒരു അടുപ്പവും ഇഷ്ടവും സ്നേഹവും ഒന്നും മുമ്പ് നോക്കാമെന്ന് ആരോടും തോന്നിയിരുന്നില്ല. അവരൊക്കെ അവരുടെ ജോലിയെ തീർത്ത് ഫോണുമായിട്ട് മാറിയിരിക്കും. ഇവൻ മാത്രമാണ് അടുത്തു വന്നിരുന്ന് വാതോരാതെ ഓരോന്നും സംസാരിച്ചിട്ടുള്ളത്. അവന്റെ ഓരോ വിശേഷങ്ങൾ, കഥകൾ, കൂട്ടുകാർ, വീട്ടുകാർ. അപ്പനും അമ്മയും മരിച്ചുപോയതാണ്. പിന്നെയുള്ള പെങ്ങൾ കല്യാണം കഴിച്ച് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇന്നവന് ആരുമില്ല. അതാണ് നഴ്സിംഗ് ഒക്കെ പാസ്സായിട്ടും ഒരു ഹോം നഴ്സിന്റെ വേഷമെടുത്ത് അണിഞ്ഞത്. അവനതൊരു ജോലി മാത്രമല്ല, ജീവിതമാണ്, സന്തോഷമാണ്. അനുഷിനെ കുറിച്ച് വീണ്ടും വീണ്ടും പരാതി പറയുന്നവനെ നോക്കി ആദ്യം ഒരു ചിരിയോടെ ഓർത്തുപോയി. ഏട്ടാ, കണ്ണടച്ച് സോഫയിലേക്ക് ചാരി എന്തോ ആലോചിച്ച് കിടന്നിരുന്ന രുദ്രൻ സൂര്യയുടെ വിളി കേട്ട് മുഖമുയർത്തി നോക്കി. തന്നെ നോക്കി രണ്ടുപേരും ഇരിപ്പുണ്ട്. എന്തിനാ ഈ ടെൻഷൻ? നമ്മുടെ അപ്പുന് ഏട്ടൻ അറിയാത്തൊന്നല്ലോ. ഏട്ടൻ അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാവുക? സൂര്യ ഒരു ചിരിയോട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും രുദ്രന്റെ കണ്ണ് കലങ്ങി. അതേന്നേ, നമ്മുടെ അനിയത്തിയല്ലേ, അവൾക്ക് ഒരിക്കലും ഏട്ടനെ തള്ളിപ്പറയാനാവില്ല. അവള് മനസ്സിലാക്കും. അനുഷു കൂടി കൂട്ടിച്ചേർത്തും കൈവച്ച് മുഖമൊന്ന് അമർത്തി തുടച്ച് രുദ്രൻ. എന്റെ കുഞ്ഞിന് ഇഷ്ടമല്ലെങ്കിൽ രുദ്രന്റെ പ്രണയമെന്നും ഈ നെഞ്ചിൽ തന്നെ സൂക്ഷിച്ചു വെക്കുകയുള്ളൂ സൂര്യ. അവളെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ഒരാൾ കാരണം എല്ലാവരും ഇത്രയും വേദനിച്ചത്. നീയും ഇവനും അപ്പയും അമ്മമാരും എല്ലാം അത്രയും വലിയൊരു പാതകം ചെയ്തെങ്കിൽ ഇന്ന് ശിക്ഷ അനുഭവിച്ച് സ്വയം നേർന്നതിന് മൂലകാരണം ഞാനാ. നിങ്ങളൊക്കെ അനുഭവിച്ചിലേറെ അനുഭവിച്ച് തീർത്ത് എന്റെ മോളല്ലേ. സംരക്ഷിക്കേണ്ട എനിക്കതിന് കഴിയാതെ പോയില്ലേ. എന്റെ കുട്ടി അവൻ കടിച്ചു കയറാനും ഞാനല്ലേ കാരണമായത്. എനിക്ക് എന്നോട് തന്നെ പൊറുക്കാനാവില്ല സൂര്യ. അവളെല്ലാം അറിയുമ്പോ എന്നെ വെറുത്തു പോവില്ലേ? ഏട്ടന്റെ പ്രണയം കാരണം എല്ലാം നഷ്ടപ്പെട്ട ഇത്രയും വർഷം എന്റെ കുഞ്ഞ് ജീവിച്ചത്. അങ്ങേയറ്റം നോവോടെ രുദ്രൻ പറയുമ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ പോലും വാക്കുകൾ നഷ്ടമായി പോയത് സൂര്യക്കും അനുഷിനുമാണ്. എല്ലാം അറിഞ്ഞിട്ട് എന്റെ മോളിനോടാകുന്ന വെറുത്ത പിന്നെ രുദ്രനില്ല സൂര്യ. അവളുടെ വെറുപ്പോടെയുള്ള ഒരു നോട്ടം പോലും എനിക്ക് സഹിക്കാനാവില്ല. നീ ഇവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് സ്നേഹിക്കുന്നത്, മാറി നിന്ന് നോക്കുന്നത് എനിക്ക് അവൾ അതുപോലെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാ. ഒരേട്ടനെന്ന നിലയിൽ അവളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ എന്നെ തന്നെ സ്വയം ശിക്ഷിക്കുന്നതാ. ഇന്നോളം അടക്കി വെച്ച വിഷമങ്ങൾ അത്രയും രുദ്രൻ വീണ്ടും പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു. അപ്പോഴും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു രുദ്രൻ പേടിക്കുന്ന പോലെ ഒരിക്കലും അവരുടെ അപ്പു അവളുടെ വലിയേട്ടനെ തള്ളി പറയില്ലെന്ന്, വെറുക്കില്ലെന്ന്. അപ്പു വന്ന് അവളുടെ പ്രതികരണം നേരിട്ട് കണ്ട് മനസ്സിലാക്കാതെ എന്തു പറഞ്ഞാലും രുദ്രനെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് സൂര്യക്കും അനുഷിനും മനസ്സിലായി. കുടുംബം മുഴുവൻ ഇല്ലാതെയായത് താൻ ഒരാൾ കാരണമാണെന്ന കുറ്റബോധം പേറിയാണ് ഈ കാലം അത്രയും അവൻ ജീവിച്ചത്. പക്ഷെ അപ്പു ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ, അവളെ തിരിച്ചു കിട്ടിയപ്പോൾ ഒരുവിധം സമാധാനം അറിഞ്ഞു തുടങ്ങിയതായിരുന്നു. പക്ഷെ അതിനും അധികം ആയുസ്സുണ്ടായില്ല. അന്ന് രാത്രി അവൾക്ക് സംഭവിച്ച ദുരന്തം. അവൾക്കത് ഓർമ്മയില്ലെങ്കിൽ പോലും ഇന്നും അവൾ അനുഭവിക്കുന്ന പേടി. രുദ്രനെ വീണ്ടും തകർത്ത് കളയാനുള്ള കെൽപ്പ് അതിനുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടി കടന്നുപോയതും പുറത്തൊരു കാർ വന്നിൽക്കുന്ന ശബ്ദം കേട്ടു. കണ്ണുകളടച്ചു കിടക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് തന്നെ അനുഷും സൂര്യനും എഴുന്നേറ്റു. വാതിൽ കടന്ന അജു അപ്പുവും ഗൗരി അകത്തേക്ക് വന്നു. അനുഷിന്റെ കണ്ണുകളൊന്ന് കുറുകി. അപ്പു സൂര്യയെ കണ്ടതേ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചോട് ഒട്ടിയിരുന്നു. അവനൊരുപാട് ഇഷ്ടത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ടി ചേർത്തു. നീ ഇങ്ങനെ നോക്കണ്ട, കുഞ്ഞുമണിക്ക് ഒരേ നിർബന്ധം, കൂട്ടിന് ഗൗരി കൂടി വേണമെന്ന്. അതാ. അനുഷിന്റെ നോട്ടം കാണി അജുവിന്റെ ചെവി തിന്നു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
അൻഷ അവനെ കണ്ണുറുക്കി നോക്കി. പക്ഷെ എനിക്ക് പറയാലോ, അജു നിന്ന് പുച്ഛിച്ചു. ഓ പിന്നെ, അപ്പൂന് നിന്റെ കൂടെ വരാൻ 100 ആളുടെ കൂട്ട് വേണല്ലോ. എന്റെ കൊച്ചിനെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ടാണല്ലേ? അൻഷു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. തിണ്ടി. എന്താ? ഒന്നുമില്ല. അജു മുഖം കൂട്ടി ഗൗരിയെ നോക്കി ചിരിച്ചു. ഗൗരി ഇരിക്കി. തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഗൗരിയെ നോക്കി അൻഷു പറഞ്ഞതും അവളൊന്ന് പരിങ്ങി. ചെറുതല്ലാത്ത പേടിയുണ്ട് മൂവരെയും ഒപ്പം ബഹുമാനവും. അജുവിനോടുള്ള തന്റെ പ്രണയത്തെ വെച്ച് ഒരിക്കലും അമിത സ്വാതന്ത്ര്യം എടുത്തിട്ടില്ല. ഇവന്റെ പാതിയാവാൻ പോകുന്നവൾക്ക് ഇവനുള്ള അതേ സ്ഥാനം തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൽ. അതുകൊണ്ട് ഫോർമാലിറ്റി നോക്കണ്ട, ഇരിക്കെ. അൻഷു വീണ്ടും പറഞ്ഞതും ഗൗരി അജുവിനെ നോക്കി. അവനും ചിരിയോടെ കണ്ണു കാണിച്ച് സമ്മതം കൊടുത്തതും. ഇതെന്തോന്നാ ഇതെന്റെ കുഞ്ഞുമണി, നീ എന്താ ഇവനെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുവാണോ? ഇന്ന് രാവിലെ കണ്ടിപ്പോ വൈകുന്നേരം ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ സൂര്യയെ പറ്റി പിടിച്ചു നിൽക്കുന്ന കണ്ടതും അജു കുറുമ്പോട് അവളോട് ചോദിച്ചു. ഒന്നും പറയാതെ അവനോട് ഒന്നുകൂടി ഒട്ടുനിന്നേയുള്ളൂ പെണ്ണ്. സൂര്യക്ക് അത്ഭുതം തോന്നുന്നുണ്ട് പെട്ടെന്നുള്ള അവളുടെ ഈ മാറ്റത്തിൽ. ഗൗരിയുടെ മുഖത്തൊരു ചിരി തെളിഞ്ഞു. അവൾക്കറിയാം അപ്പുവിന്റെ ഉള്ളിൽ എന്താണെന്ന്. അല്പം മുമ്പ് തനിക്ക് മുമ്പിൽ മനസ്സ് തുറന്നവളാണ്. തന്റെ വാക്കുകളൊക്കെയും അവളുടെ നെഞ്ചിൽ ആഴത്തിൽ തന്നെ ചെന്ന് പതിച്ചിട്ടുണ്ട്. അതാണ് കാണാതിരിക്കുന്നതിൽ പെട്ടെന്ന് വന്ന സങ്കടവും സൂര്യയോടുള്ള ഈ അടുപ്പവുമൊക്കെ. ഇതിൽ നന്നായിട്ട് അവളുടെ മനസ്സ് സാറിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ അവൾക്കും കഴിയില്ലെന്ന് ഗൗരി ഓർത്തു. അല്ല, അങ്ങോട്ട് വരാതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിപാടി? എവിടേക്കാ കാലത്തേനെ തിരക്കിട്ട് പോയത്? അജു എന്തോ ഓർത്ത പോലെ ചോദിച്ചു. സൂര്യയുടെ അൻഷനെയും നോട്ട് ഒരുപോലെ രുദ്രനിലേക്കായിരുന്നു. എല്ലാം തുറന്നു പറയേണ്ട സമയമായെന്ന് അവർക്കറിയാം. മറ്റാരറിഞ്ഞില്ലെങ്കിലും അപ്പുവും അജുവും സത്യങ്ങളെല്ലാം അറിഞ്ഞേ തീരും. സൂര്യൻ അനുവാദത്തിനെന്ന പോലെ രുദ്രന്റെ കണ്ണിലേക്ക് നോക്കി. മുഖം അമർത്തി തുടച്ച് രുദ്രൻ തലയണക്കിയതും സൂര്യനെ നിശ്വസിച്ചു. പിന്നെ അപ്പുവിനെയും കൂടി രുദ്രനെതിരെയുള്ള സോഫയിലേക്കിരുന്നു. പുറകെയായി അജു അൻഷു. അവർക്ക് പറയാനുള്ളത് അത്രയും ഗൗരവമുള്ള കാര്യമാണെന്ന് അജുവിന് മനസ്സിലായി. അവന്റെ മുഖവും ഗൗരവത്തിലായി. ഒരുപാട് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു അജു ഞങ്ങളുടെ. സൂര്യ പറഞ്ഞു തുടങ്ങിയതും അപ്പു അജുവും ഗൗരി ഒരുപോലെ അവനെ കാതോർത്തു. അപ്പ, അമ്മ, അച്ഛൻ, അമ്മ, പിന്നെ ഇവരും ഞാനും, ഞങ്ങളുടെ ഈ പാവം കുഞ്ഞു. അപ്പുവിനെ ഒന്നുകൂടെ അടക്കി പിടിച്ചവൻ. കൗതുകത്തോടെ അവനെ നോക്കുന്നുണ്ട് പെണ്ണ്. ഞങ്ങൾ 3 പേരും ബ്രദേഴ്സ് എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയായിരുന്നു അച്ചു. പരസ്പരം അറിയാത്ത ഒരു രഹസ്യം പോലും ഉണ്ടായിട്ടില്ല. ആ ഞങ്ങൾക്കിടയിലേക്കാണ് ഒരു 4-ാമൻ കടന്നു വന്നത്. 9ാം ക്ലാസ് പകുതിയായപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന ന്യൂ അഡ്മിഷൻ. പഠിച്ചിരുന്ന സ്കൂളിൽ എന്തോ അടിയുണ്ടാക്കി ഡിസ്മിസിൽ വാങ്ങി വന്ന കക്ഷിയാണ്. പണത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന അച്ഛന്റെ മകൻ ആദിത്യവർമ്മ. സൂര്യൻ പറഞ്ഞു കേട്ട് അജുവിനെ നോക്കി. ആ പേര് കേട്ട ഞെട്ടിൽ അവന്റെ മുഖത്ത് നിറഞ്ഞു. ആദി? ഒരു ഞെട്ടിലോട് അജു ആ പേര് പറഞ്ഞു. അതെ, മഹൽ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടി. എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുന്നവൻ ഞങ്ങൾക്കിടയിലേക്കും പെട്ടെന്ന് ഇടിച്ചു കയറി. അപ്പൊ ആദ്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അജുവിന് അപ്പോഴാന്ന് വിശ്വസിക്കാനായില്ല. ആദിയിൽ നിന്ന് ഒരിക്കൽ പോലും അങ്ങനെ 3 പേരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. സ്കൂളിൽ വെച്ച് അച്ഛമ്മിന്റെ മകനുമായിട്ടുണ്ടായ അടിയുടെ പേരിൽ തന്നെ അവനെ ഒന്നിച്ചാണ് പുറത്താക്കുന്നത്. അതിനുശേഷം ആദ്യം മറ്റൊരു സ്കൂളിലേക്കും തന്നെ അമ്മയുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്കും മാറ്റി ചേർത്തു. ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് കുരുത്തക്കേട് കൂടുതലെന്നായിരുന്നു വീട്ടുകാരുടെ കണ്ടുപിടുത്തം. അതിനുശേഷം വീക്കിനിൽ മാത്രമേ തമ്മിൽ കാണാറുള്ളൂ. അപ്പോഴും പുതിയ സ്കൂളിലെ കൂട്ടുകാരെ കുറിച്ച് അവനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ലെന്ന് അജു ഓർത്തു. അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് എനിക്ക് ഏട്ടനും അച്ചു ഒഴികെ ബാക്കി ആരോടും സൗഹൃദം ഉണ്ടായിരുന്നില്ല. എന്റെ അടുത്താണ് അവ വന്നിരുന്നത്. അന്നു മുതൽ വാതോരാതെ ഓരോന്നും ചോദിച്ചും പറഞ്ഞ ഒപ്പം ഉണ്ടാവും. എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും വീണ്ടും പുറകെ വരുന്നവനെ എപ്പോഴും ഞാനും കൂടെ കൂട്ടി. പതിയെ ഞങ്ങൾക്കിടയിലെ 4-ാമൻ അവനായി. കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അവനായിരിക്കും. അവൻ പറഞ്ഞു നിന്നെയും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വെച്ചു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ ഏട്ടനും അച്ചുവും നിന്നോട് യാതൊരു അകൽച്ചയും കാണിക്കാതെ പെരുമാറിയതിന് പിന്നിലുള്ള കാരണം അതാ. സൂര്യ പറഞ്ഞു നിർത്തിയതും അജു ആ നിമിഷങ്ങളൊക്കെ ഓർത്തെടുത്തു. 1 വർഷത്തോളം എല്ലാം സന്തോഷത്തോടെ കടന്നുപോയി. ആദ്യം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. മിതഭാഷികളായ ഞങ്ങൾ 3 പേരുടെയും കുറവ് നികത്തിയിരുന്ന അവനാണ്. ഞങ്ങൾ 10ലേക്കും അച്ചു 9ലേക്കും ഏട്ടൻ +2 പഠിക്കുന്ന സമയം. 9th വെക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ആദ്യം വല്ലാത്തൊരു സൈലന്റ് ആയിരുന്നു. അധികം സംസാരങ്ങളും ബഹളങ്ങളും ഒന്നുമില്ലാതെ. കാരണം എന്താണെന്ന് ഒരുപാട് ചോദിച്ചെങ്കിൽ അവനൊന്നും വിട്ടു പറഞ്ഞില്ല. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെയും ഓരോ കാരണങ്ങളുണ്ടാക്കി അവൻ ക്ലാസ്സിന് പുറത്തേക്ക് പോലും വരാതെയായി. ഒരിക്കലും എനിക്ക് വന്ന ദേഷ്യത്തിന് പിടിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സൂര്യൻ നിർത്തി രുദ്രനെ നോക്കി. അന്ന് ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മയിൽ രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകുന്നതും മുഷ്ടിയിരുളുന്ന അവൻ കണ്ടു. അൻഷിന്റെ അവസ്ഥയും വിഭിന്നമല്ല. ആദ്യ ഒരു ഹോമോസെക്ഷലാണ് അച്ചു. അലറി ചോദിച്ചുകൊണ്ട് അച്ചു സോഫയിൽ നിന്ന് എഴുന്നേറ്റതും അപ്പൂന്ന് ഞെട്ടിക്കൊണ്ട് സൂര്യന്റെ നെഞ്ചിലേക്ക് ചേർന്നു. സത്യമാണ്, 9th വെക്കേഷനിലായിരുന്നു അവനതൊക്കെ മനസ്സിലാക്കിയത്. അത് ഉള്ളിൽ മുട്ടിട്ട് ഒരാളോടുള്ള പ്രണയത്തിൽ നിന്നു. സൂര്യനൊന്ന് ചിരിച്ചു. അജി അപ്പോഴും വിശ്വസിക്കാനാവാതെ നിൽപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അവന് പേടി തോന്നി. നിന്നോട് പോലൊന്നും പറയാനായില്ല.
അന്ന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ആരോടെങ്കിലും പറയാൻ അവന് പേടി തോന്നി. ഏറ്റവും പ്രിയപ്പെട്ട അമ്മയോട് പോലും അവനെല്ലാം ഒളിച്ചു വെച്ചു. പക്ഷെ അവന്റെ ഈ മാറ്റങ്ങളൊക്കെയും തിരിച്ചറിഞ്ഞ ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. നിന്റെ അമ്മാവൻ മാധവർമ്മ. ഒരു സൈക്കാട്രിസ്റ്റായിരുന്ന അയാൾക്ക് ആദിയുടെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു. അയാൾ അവനോടൊരു ഡോക്ടർ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെയും ചോദിച്ചറിഞ്ഞു. അവനെ മെന്റലി സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതൊന്നും അധികം നാൾ നീണ്ടുപോയില്ല. ആദ്യം അയാൾ അവന്റെ പ്രായം പോലും നോക്കാതെ. സൂര്യന് പറഞ്ഞു പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അന്നത്തെ ആദിയുടെ അവസ്ഥയും അവന്റെ മുഖവും വീണ്ടും മുന്നിൽ തെളിയുന്ന പോലെ. അജു അപ്പോഴും ഞെട്ടിൽ തന്നെയാണ്. കേൾക്കുന്നൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. പഴയകാലം വെറുതെയെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിച്ച് അവൻ പരാജയപ്പെട്ടു പോയി. താൻ കൂടെ ഉണ്ടായിട്ടു ആദ്യ അയാൾ. അജുവിന്റെ കണ്ണു നിറഞ്ഞു. അപ്പു എപ്പോഴോ സൂര്യന്റെ നെഞ്ചോടൊട്ടി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒരു നിമിഷം മൗനമായി തുടർന്നു. സൂര്യൻ പറയുന്നൊന്നും ഉൾക്കൊള്ളാനാവാത്തൊരവസ്ഥയിലാണ് അജു. അമ്മാവൻ അത്ര നല്ലവനൊന്നുമല്ലെന്ന് അജുവിന് അറിയാമെങ്കിലും അതൊക്കെ മഹൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കളോടുള്ള ആർത്തിയാണെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ. അതിനുമപ്പുറം അയാൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. MH ഹോസ്പിറ്റലിൽ തന്നെ സൈക്കാട്രി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ഡോക്ടറായിരുന്നു മാധവർമ്മ. അയാളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ദേവദത്തിന് ഒരേ ഒരു മകൾക്ക് വരനായി അയാളെ തന്നെ തിരഞ്ഞെടുത്തത്. പക്ഷേ വിവാഹത്തിന് ശേഷം അയാൾ പിന്നെ തന്നെ പ്രൊഫഷനിൽ തുടർന്നില്ല. അളിയന്മാരുടെ കൂടെ ബിസിനസ്സിൽ ചേർന്നു. മഹൽ ഗ്രൂപ്പിന്റെ സ്വത്തുവകളുടെ നടത്തിപ്പുകാരിൽ ഒരാളായി. ഇത്രയൊക്കെ മാധവനെ കുറിച്ച് അജുവിന് അറിയും. പക്ഷേ സ്വന്തം മകനെ പോലെ കാണേണ്ടവനെ തന്നെ അയാൾ. അവന്റെ കണ്ണു നിറഞ്ഞു. തന്റെ ആദി. ആ ഒരു ചിന്തയിൽ അവന്റെ ഹൃദയം നുറുങ്ങി. ജസ്റ്റ് റിലാക്സ് അജു, ലെറ്റ് ഹിം കംപ്ലീറ്റ്. അനുഷാവിന്റെ അവസ്ഥ മനസ്സിലാക്കി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അജു സൂര്യനെ നോക്കി. അന്ന് വൈകിട്ട് ആദിയനോടെല്ലാം തുറന്നു പറഞ്ഞു. ഒപ്പം അവന്റെ പ്രണയം ആരാണെന്നും. സൂര്യന്റെ നോട്ടം വീണ്ടും രുദ്രനിലേക്കായി. പെട്ടെന്നെല്ലാം കേട്ടപ്പോ എനിക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്റെ മൗനം അത് അവനോടുള്ള വെറുപ്പാണെന്ന് കരുതി അന്ന് അവൻ കരഞ്ഞുകൊണ്ട് പോയി. തിരിച്ചു വിളിക്കാനോ അവനെ സമാധാനിപ്പിക്കാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാനും. ആദ്യമായിട്ട് ഇതുപോലൊരു കാര്യം കേട്ടതിന്റെ നടുക്കം. അതിലപ്പുറം നടന്നിരിക്കുന്ന റേപ്പാണ്. അതും ചെറിയൊരു ആൺകുട്ടിയെ. അന്ന് ഇവർക്കൊപ്പം വീട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ മൗനം പാലിച്ചു. അമ്മയോടോ ശ്രീയമ്മയോടോ പറഞ്ഞാലോ എന്നാ ആദ്യം കരുതി. പക്ഷെ ഇങ്ങനൊരു കാര്യം അവരെങ്ങനെ എടുക്കുമെന്നറിയില്ല. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ അവർ ആദ്യം വെറുത്ത അവനോട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാനാവില്ലായിരുന്നു. ഓരോന്ന് ചിന്തിച്ച് അവസാനം ചെന്നെത്തിയത് ഞങ്ങൾ അപ്പയിലാണ്. ദി ഗ്രേറ്റ് വാസുദേവയ്യർ. സൂര്യൻ പറഞ്ഞു നിർത്തിയതും നെഞ്ചിൽ പതിഞ്ഞു കിടന്ന് വിതുമ്പിയിരുന്നവൾ അത്ഭുതത്തോടെ പൊടുന്നനെ മുഖമുയർത്തി നോക്കി. അവളുടെ അപ്പയെക്കുറിച്ചാണ് പറയുന്നതെന്നറിഞ്ഞാണ് ഇത്രയും അത്ഭുതം. അത് നോക്കിയെന്ന അനുഷ്യന്റെയും രുദ്രന്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അപ്പയുടെ മുഖം പോലും അവൾക്ക് ഓർമ്മ കാണില്ലെന്ന് അവർക്കറിയാം. ആ സ്നേഹവും. പക്ഷെ അപ്പ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ച അവളെയാണ്. അപ്പയുടെ ജീവൻ. എന്തെങ്കിലും അപ്പയിലാണ്ടായാൽ അവളെ രാജകുമാരിയെ പോലെ നോക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓരോന്ന് ഓർക്കും തോറും വല്ലാത്തൊരു സങ്കടം തികട്ടി വന്നു. അപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞു. ആദിയെ, അവന്റെ അവസ്ഥയെ, അവന്റെ പ്രണയമായ രുദ്രാൻഷിനെ. സൂര്യനൊരു ചിരിയോടെ പറഞ്ഞതും അപ്പു അജി ഒരുപോലെ ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി. കൂടെ ഗൗരിയും. വലിയേട്ടനെയാണോ? അറിയാതെ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം നന്നേ നേർത്തു. രുദ്രൻ സങ്കടം അടക്കി പിടിച്ചിരുന്നു. വെറുക്കും അവൾ. നമ്മുടെ ഏട്ടൻ തന്നെയാ. സൂര്യൻ മിഴിച്ചിരിക്കുന്നവളുടെ കവളിൽ പതിയെ തട്ടി. ആ കണ്ണുകൾ തിളങ്ങുന്നതും പിന്നെ എന്തോ ഓർത്ത പോലെ സങ്കടം നിറയുന്നതും അവൻ കണ്ടു. സൂര്യന്റെ കണ്ണുകൾ കുറുകി. എന്തുപറ്റി? ആ പ്രണയം അംഗീകരിക്കാൻ അപ്പുവിന് കഴിയില്ലേ? സൂര്യൻ പതിയെ ചോദിച്ചതും ഉയർന്നുപോയ നെഞ്ചിരിപ്പോടെ രുദ്രൻ അവളെ നോക്കി. അവൾ എതിർത്താൽ പിന്നെ രുദ്രന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവില്ല. അത് അവനോടുള്ള ഇഷ്ടക്കുറവല്ല, ഇനിയും അനിയത്തെ നഷ്ടപ്പെടുത്തി കളയാനാവാത്തവന്റെ നിസ്സഹായതയാണ്. ഞാനെന്താ പറയാ, ഏട്ടന്റെ ഇഷ്ടം എന്റെ. പക്ഷെ ആ ചേട്ടനിപ്പോ അതോർത്ത് സങ്കടം വന്നതാ. സൂര്യൻ അത്രയും ഇഷ്ടത്തോടെ അവളെ അടക്കി പിടിച്ചു. പിന്നെ രുദ്രനെ നോക്കി. അവന് വിശ്വസിക്കാനാവാതെ അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അവളിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുപോലെ. എന്റെ കുട്ടിക്കപ്പോൾ ഈ പ്രണയത്തിലൊരു പ്രോബ്ലം ഇല്ലേ? അൻഷാജുവിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അപ്പുവിന്റെ അടുത്ത് വന്നിരുന്ന് വീണ്ടും ചോദിച്ചു. അവളില്ല എന്നതുപോലെ തലയാട്ടി. ഏട്ടന്റെ ജീവിതം, ഏട്ടന്റെ ഇഷ്ടം. ഏട്ടന് ഇഷ്ടമാണെങ്കിൽ അതാ എന്റെ സന്തോഷം. എനിക്കിഷ്ടമുള്ള ആളുടെ കൂടിയല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഏട്ടന് ഇഷ്ടമുള്ള ആളെ കിട്ടണം. പതിയാണെങ്കിലും അതൊക്കെ അവൾ ഉള്ളിൽ തട്ടി തന്നെ പറയുന്നതാണെന്ന് അവർക്കെല്ലാം മനസ്സിലായി. രുദ്രന് നെഞ്ചു നീർന്ന പോലെയാണ് തോന്നിയത്. തന്റെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്ന അനിയത്തി. പക്ഷെ അവളുടെ സന്തോഷമൊക്കെ ഇല്ലാതാക്കിയതിന് കാരണം താനായിരുന്നു. തന്റെ പ്രണയമായിരുന്നെന്ന് അവൾ അറിഞ്ഞ വെറുത്തുപോയാലോ? എന്നിട്ട് എന്തുണ്ടായി ആദി? കുറച്ചു നേരത്തെ മൗനത്തിനെ ഷാജി ചോദിച്ചു. അപ്പെല്ലാം കേട്ടു. പോക്സോയാണ് കേസ്. ആദി കംപ്ലൈന്റ് ചെയ്ത മാധവനെ അറസ്റ്റ് ചെയ്യാന്ന് അപ്പ പറഞ്ഞു. എനിക്ക് പിന്നെ അറിയാനുണ്ടായിരുന്നു ആദിയുടെ പ്രണയത്തിൽ അപ്പയുടെ നിലപാട് എന്താണെന്നായിരുന്നു. അവര് വളർന്നു വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവട്ടെ ആദ്യം എന്ന് പറഞ്ഞു. അപ്പൊ രുദ്രേട്ടൻ?
അജു ബാക്കി ചോദിക്കാൻ നിർത്തി. ഏട്ടന്റെ കാര്യമായിട്ട് അപ്പയോടാണ് ആദ്യം ഷെയർ ചെയ്തത്. അതും +1 കഴിഞ്ഞ സമയം. അപ്പൊ തന്നെയാണ് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നു. എന്നോട് അൻഷനോടെല്ലാം പതിയെ ഏട്ടൻ തന്നെ പറഞ്ഞു. അപ്പയോടെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യയുടെ കാര്യം ഇവരെയും അറിയിച്ചു. സൂര്യൻ പതിയെ പുഞ്ചിരിച്ചു. അപ്പൊ രുദ്രേട്ടനവനെ